വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൻ്റെ അവസാന പണികളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു മദർഷിപ്പ് വന്നു എന്നുള്ളതിൻ്റെ പേരിൽ വലിയ ആഘോഷമാണ് മാധ്യമങ്ങളും ഭരണകൂടവും ഒക്കെ ഒരു പൊതുബോധത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇക്കോളജിക്കലായിട്ടുള്ള ആസ്പെക്റ്റ് എവിടെയും ആരും ചർച്ച ചെയ്യുന്നില്ല. തുടക്കത്തിൽ ഇത് പാരിസ്ഥിതികമായിട്ട് ഇതിനെ എങ്ങനെ ബാധിക്കുന്നു, ഇതിൻ്റെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചർച്ച നടന്നിരുന്നു. ഇപ്പോൾ അത്തരം ഒരു പാരിസ്ഥിതിക ചർച്ച, ഇക്കോളജിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളെ യഥാർത്ഥത്തിൽ നടക്കുന്നില്ല. ഇവിടുത്തെ ഒരു തദ്ദേശീയനായിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലും ഇതിനെ പറ്റിയിട്ട് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലും വർഷങ്ങൾക്ക് മുൻപും വിഴിഞ്ഞം പോർട്ട് വന്നതിന് ശേഷവുമുള്ള ഇതിൻ്റെ ഒരു പാരിസ്ഥിതിക ഘടനയിൽ വന്നിട്ടുള്ള ഒരു മാറ്റത്തെക്കുറിച്ചിട്ട് പറയണം. ഒപ്പം എന്തായിരുന്നു ഇതിൻ്റെ മുമ്പത്തെ അവസ്ഥ എന്നുള്ളതും കൂടിയിട്ടൊന്ന് പറയാം. വിഴിഞ്ഞം ബേ, അതായത് ഈ പോർട്ട് നിർമ്മാണം നടക്കുന്ന സ്ഥലം വളരെ പാരിസ്ഥിതികമായിട്ടും ജൈവ വൈവിധ്യപരമായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അത് തിരുവനന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ കാണപ്പെടുന്ന ജൈവ വൈവിധ്യങ്ങളിൽ, സമുദ്ര ജൈവ വൈവിധ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ കുറച്ച് മാത്രം കാണപ്പെടുന്ന, അതായത് അത്ര സവിശേഷമായിട്ട് അപൂർവമായി കാണപ്പെടുന്ന പല ജീവജാലങ്ങളുള്ള ഒരു ഇടമാണ് ഈ പോർട്ട് നിർമ്മാണം നടക്കുന്ന സ്ഥലം. ഓക്കെ. ഇനി അതിൻ്റെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ഇന്ത്യയിലെ സമുദ്ര ഗവേഷണ പഠനത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമുദ്ര ഗവേഷണ പഠനങ്ങൾ നടത്തുന്ന ഒരു പ്രധാന ഇൻസ്റ്റിറ്റ്യൂഷനാണ് CMFRI, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന്റെ സബ് സെന്റർ വിഴിഞ്ഞത്തുണ്ട്. അപ്പോൾ അവരെന്തുകൊണ്ട് ആ സബ് സെന്റർ അവിടെ തുടങ്ങി എന്നതിന് കാരണം, കൊച്ചിയിൽ നമുക്ക് ഓൾറെഡി മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന കൊച്ചിയിലാണ്, അത് കേരളത്തിലാണ്. എന്നിരുന്നാലും അവർ തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്ത് ഒരു സബ് സെന്റർ തുടങ്ങാൻ കാരണം അത് ജൈവ വൈവിധ്യപരമായ പാരിസ്ഥിതികമായ പ്രാധാന്യമുള്ള ഒരു ഇടം എന്ന നിലയിലാണ്. കന്യാകുമാരി ജില്ലയിലെയും പ്രധാനമായിട്ട് കന്യാകുമാരിയിലെയും തിരുവനന്തപുരത്തെയും പ്രധാന ജൈവ വൈവിധ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഒരു സബ് സെന്റർ തന്നെ ഈ CMFRI അവിടെ തുടങ്ങുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അവിടുത്തെ ജൈവ വൈവിധ്യത്തെ പറ്റി ഈ പോർട്ട് വരുന്നതിന് മുമ്പ് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 50ഓളം പഠനങ്ങൾ നമ്മൾ തന്നെ ഈ ഇത് JPS, അതായത് ജനകീയ പഠന സമിതിക്ക് വേണ്ടി തയ്യാറാക്കിയ പഠന റിപ്പോർട്ടിൽ 50ഓളം പഠനങ്ങൾ തന്നെ നമ്മളത് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു പഠനത്തിന് വേണ്ടി. അപ്പോൾ 1955 മുതലേ പഠനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അത്രയും സവിശേഷമായ പ്രാധാന്യമുള്ള സ്ഥലമാണ്. മറ്റൊന്ന്, നമ്മുടെ ശ്രീലങ്കയെയും കന്യാകുമാരി ജില്ലയും തിരുവനന്തപുരം ജില്ലയും കൊല്ലത്തിന്റെ കുറച്ച് ഭാഗത്തെയും ടച്ച് ചെയ്യുന്ന വലിയൊരു മേഖലയാണ് വെഡ്ജ് ബാങ്ക് എന്ന് പറയുന്നത്. അത് വലിയൊരു മേഖലയാണ്, വലിയൊരു എക്കോസിസ്റ്റമാണ്. അതിന്റെ ആ എക്കോസിസ്റ്റത്തിന്റെ ഒരു സബ് സെന്റർ പോലെയാണ് വിഴിഞ്ഞത്തെ എക്കോസിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ജീവജാലങ്ങൾ ഇവിടുത്തെ ജീവജാലങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള സഞ്ചാരങ്ങളുണ്ട്. അത് മത്സ്യത്തൊഴിലാളികൾ തന്നെ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് തന്നെ അവരുടെ അറിവ് ഉപയോഗിച്ച് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ കലവ മത്സ്യം എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും, പ്രജന സമയമാകുമ്പോൾ പ്രത്യേകിച്ച് മൺസൂൺ സമയങ്ങളിൽ ഇവിടെ വരികയും പിന്നെ തിരിച്ച് പ്രജനശേഷി കഴിഞ്ഞ് ഒരു വളർച്ച എത്തിയതിനു ശേഷം തിരിച്ചു പോകുന്നതൊക്കെ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ആവാസയിടം, ശ്രീലങ്ക ഒക്കെ ടച്ച് ചെയ്യുന്ന വെഡ്ജ് ബാങ്ക് എന്നുള്ള വലിയൊരു ആവാസയിടമാണ്. അതിൻ്റെ ഒരു സബ് സെന്റർ പോലെയാണ് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് വിഴിഞ്ഞം മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെയൊക്കെ നിർവചനങ്ങൾ അനുസരിച്ച് ആനിമൽ ഫോറസ്റ്റ് ഓഫ് ദ സീ എന്ന് കരുതാവുന്ന, അല്ലെ ബ്ലൂ ഫോറസ്റ്റ് എന്ന് കരുതപ്പെടാവുന്ന ഒരു മേഖലയാണ് ഈ വിഴിഞ്ഞം ബേ എന്ന് പറയുന്നത്. ഈ പോർട്ട് നിർമ്മാണം നടക്കുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള ഒരു മേഖല. അത് പോർട്ട് നിർമ്മാണ സ്ഥലം മാത്രമല്ല ഉള്ളത്, കോവളം കൂടി ചേർന്നുള്ള ഒരു മേഖലയാണ്. കോവളം ബീച്ച് കൂടി ചേരുന്ന ഒരു മേഖലയാണ് ഈ വിഴിഞ്ഞം ബേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ജീവജാലങ്ങൾ ഉള്ളത് ഈ നിർമ്മാണം നടക്കുന്ന ആ സ്ഥലത്താണ്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം പഠനങ്ങൾ ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. അതിൻ്റെ ജൈവ വൈവിധ്യത്തെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ഡോക്യുമെൻറ്റേഷൻ അനുസരിച്ച് 1200-ൽ കൂടുതൽ മറൈൻ സ്പീഷീസ് ഉള്ള ഒരു മേഖലയാണത്. 1200 മറൈൻ സ്പീഷീസ് ആണ്. ഇനി ഓരോ സ്പീഷീസിനുള്ളിൽ തന്നെ ഡൈവേഴ്സിറ്റി ഉണ്ട്, വിത്തിൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇത് സ്പീഷീസ് തന്നെ 1200-ൽ കൂടുതലുള്ള
ഒരു മേഖലയാണിത്. പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് ഇത് KSIBക്ക് വേണ്ടി, കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന് വേണ്ടി നടത്തിയ പഠനത്തിൽ ഞണ്ട് തന്നെ 400 ഇനം ഞണ്ടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ മേഖലയിൽ ചേർന്നുള്ള മേഖലയൊക്കെ 400 ഞണ്ട്. അപ്പോൾ ഒരു ഞണ്ടെന്ന സ്പീഷീസ് ഉള്ളിൽ തന്നെ 400 ഇനം വെറൈറ്റി ഉണ്ട്. അപ്പൊ അതുപോലെ 1200 മറൈൻ സ്പീഷീസ് എന്ന് പറയുമ്പോൾ അതിനുള്ളിലെ വൈവിധ്യം, അപ്പോൾ എന്തുമാത്രം ജീവജാലങ്ങൾ ഉള്ള ഇടമാണ് എന്നുള്ളത് നമ്മൾ വളരെയധികം അത്തരത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഈ നിർമ്മാണം തുടങ്ങിയതിന് ശേഷം കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡോ CMFRയോ ഈവൻ കേരള യൂണിവേഴ്സിറ്റി അക്വാട്ടിക് ബയോളജി ഡിപ്പാർട്ട്മെന്റോ ഈ മേഖലയ്ക്ക് നിർമ്മാണം തുടങ്ങിയതിനു ശേഷം ഇതൊരു വലിയൊരു മേഖലയാണ്, ഈ മേഖലയിലാണ് ഈ നിർമ്മാണം നടക്കുന്നത്, ഈ അനേകായിരം ജീവജാലങ്ങളാണ് ഇവിടെ കൊല്ലപ്പെടുന്നത് എന്ന നിലയിലൊന്നും അത് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇനി അക്വാട്ടിക് ബയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പഠനങ്ങൾ, അവിടുത്തെ PhD ഗവേഷണം ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്ന ഈ മേഖലയിലാണ്. ഇതൊരു നാച്ചുറൽ മ്യൂസിയം ആണ്. എല്ലാവർക്കും സയന്റിഫിക് സ്റ്റഡി നടത്താനുള്ള ഒരു നാച്ചുറൽ മ്യൂസിയമാണ് ആക്ച്വലി ഈ വിഴിഞ്ഞം ബേ ഈ നിർമ്മാണം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ശാസ്ത്രജ്ഞർ, ഇപ്പോൾ ലോകത്ത് പല ശാസ്ത്രജ്ഞർ ഇതിനെ സയന്റിഫിക് ഇൻട്രസ്റ്റ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്, ഇന്റർനാഷണലി തന്നെ. കാരണം ഇത്രയും ജീവജാലങ്ങൾ എവിടെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്? ഇപ്പൊ കേരളത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിൽ എവിടെയാണ് മറൈൻ മ്യൂസിയം ഉള്ളത്? എത്ര ഇനി ഇത് ടൂറിസം പർപ്പസിന് വേണ്ടി നമുക്ക് അക്വേറിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ആർക്കെങ്കിലും ഇവിടെ എന്തെല്ലാം ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു, എങ്ങനെയാണ് ഈ ജീവജാലങ്ങൾ രൂപപ്പെട്ടത്, ഇങ്ങനെയൊക്കെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഫിഷ് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഫിഷിനെ നഷ്ടപ്പെടാതെ നമുക്ക് സംരക്ഷിച്ചു കൊണ്ട് ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെയാ സാധിക്കുക? അങ്ങനെ ഒരു സ്ഥലം കേരളത്തിൽ ഇല്ല. വിഴിഞ്ഞം നാച്ചുറൽ മ്യൂസിയം ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഓൾറെഡി ഇതൊക്കെ ഈ സ്പീഷീസിന്റെ ഒക്കെ സ്പെസിമെനൊക്കെ എവിടെയെങ്കിലും ശേഖരിച്ചു വെച്ചിട്ട് ഇതിനെ കൊല്ലാമായിരുന്നു, അത്രയെങ്കിലും ചെയ്യാമായിരുന്നു. അപ്പൊ അതുപോലും ഇത് ചെയ്യാതെയാണ് ഈ ഒരു കൊലപാതകം അവിടെ നടക്കുന്നത്. ഈ വംശഹത്യ, ഈ മറൈൻ ജീവജാലങ്ങളുടെ വംശഹത്യ നടക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് വംശഹത്യ നടക്കുന്നത്. അത് ഇവിടുത്തെ ജീവജാലങ്ങളുടെയും ഫുഡ് സെക്യൂരിറ്റിയെ ബാധിക്കും, നമ്മുടെ തൊഴിലിനെ ബാധിക്കും, അങ്ങനെ പലതരത്തിലുള്ള അതിനെ കുറിച്ച് പറയാം. ഈ ഒരു ജൈവവൈവിധ്യം വളരെ ഭീകരമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വലിയൊരു മേഖലയാണ്. പ്രത്യേകിച്ച് മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ 15 റീഫ് എക്കോസിസ്റ്റം ഉണ്ട് അവിടെ. ഇനി ഓരോ റീഫ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു റീഫ്, അതായത് ഒരു പാരകളെന്ന് പറയുന്ന പാരെന്ന് പറയാം. കടലിന്റെ അടിത്തട്ട് തന്നെ മൗണ്ടൻ ആയിട്ടുള്ള ഏരിയകളുണ്ട്, വാലി പോലുള്ള സ്ഥലങ്ങളുണ്ട്, കടലിടുക്കുകൾ, അങ്ങനെയൊക്കെ ഉള്ള മേഖലകളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് ജീവജാലങ്ങൾ അനേകായിരം താമസിച്ച് ജീവിക്കുന്നത്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ജൈവവൈവിധ്യത്തിന്റെ പ്രത്യേകത നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റാത്തതിന്റെ ഒരു കാരണം, ഇവിടെ ജീവിക്കുന്ന ജീവജാലങ്ങളിൽ അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങൾ, അതെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ജീവിച്ചിരുന്ന ജീവജാലങ്ങൾ 85%, മോർ ദാൻ 85% ഇമ്മൂവബിൾ സ്പീഷീസ് ആണ്. അവിടെ മാത്രം ജീവിച്ച് അവിടെ തന്നെ ഇല്ലാതായ മണലായ അല്ലെങ്കിൽ പൊടിയായി മാറിപ്പോകുന്ന ജീവജാലങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ള 85% ജീവജാലങ്ങൾ. അതിൽ തന്നെ വളരെ ചെറിയ ഫിഷ് സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു മറൈൻ സ്പീഷീസ് ആണ്. ആ ഫിഷ് സ്പീഷീസിന്റെ തന്നെ ഡൈവേഴ്സിറ്റി തന്നെ 200-ൽ കൂടുതൽ ഫിഷ് സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി തന്നെ നമ്മൾ പല പഠനങ്ങൾ, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പല പഠനങ്ങൾ മുമ്പ് നടത്തിയിട്ടുണ്ട്. അത് ഫിഷിന്റെ മാത്രം ഡൈവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇനി ഓരോ ഫിഷും തന്നെ പലതരം ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് നമുക്ക് ഡോക്യുമെന്റ് അല്ലെങ്കിൽ അത് ഇത്രയും വലിയൊരു ജീവജാലം, അനേകായിരം ജീവജാലങ്ങളുള്ള, ഞാൻ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് കിട്ടാത്തതിന്റെ കാരണം ഈ മറൈൻ സ്പീഷീസിനെ കുറിച്ച് അണ്ടർ വാട്ടർ സ്റ്റഡീസ് ഒക്കെ വളരെ ചെറുതായിട്ട് നടന്നിട്ടുള്ളൂ. ഡോക്യുമെന്റേഷൻ ഒത്തിരി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അണ്ടർ വാട്ടർ ഡീറ്റെയിൽസിനെ കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ട് വളരെ താരതമ്യേന കുറവാണ്. കാരണം അതിനുള്ള എക്യുപ്മെന്റ്സ് നമുക്ക് കുറവായിരുന്നു.
നമുക്കുണ്ടായിരുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് പല സംവിധാനങ്ങളും ഇവിടെ പഠനം നടത്തിയിരിക്കുന്നത്. പക്ഷെ ശരിക്ക് നമ്മൾ പഠനം നടത്തുന്നത് ഇതിനേക്കാളും വൈവിധ്യത്തെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു പിക്ചർ കിട്ടുമായിരുന്നു. ഇനി മാത്രമല്ല, ഇതിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റം ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന ഈ റീഫ് എക്കോസിസ്റ്റം ഇങ്ങനത്തെ എത്ര റീഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ 15 റീഫ് എക്കോസിസ്റ്റം. അപ്പൊ ഓരോന്നും യൂണീക്ക് ആയിരിക്കും, ഓരോന്നും ഓരോ പ്രത്യേകതകൾ നിറഞ്ഞതായിരിക്കും. ചില ജീവജാലങ്ങൾ ഓരോരുത്തർ കാണും, മറ്റു ചില ജീവജാലം ഇതിന്റെ ജിയോളജി അനുസരിച്ചാണ്. അതായത് ജിയോളജിക്കൽ ഫീച്ചേഴ്സ്, പ്രദേശത്തിന്റെ കടലിന്റെ അടിത്തട്ടിലെ പാറകളാകാം, മണലും പാറയും കൂടി ചെയ്യുന്ന സ്ഥലങ്ങളാകാം, ചിലപ്പോൾ മൗണ്ടൻ ആയിട്ടുള്ള ചെറിയ സീ മൗണ്ട് പോലുള്ള ഏരിയകളാകാം. അപ്പൊ അത് ഓരോ ഇതിന്റെയും ജിയോളജിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ചാണ് ജീവജാലങ്ങൾ ഇത് ചെയ്യുന്നത്. പക്ഷെ അത് ആ രീതിയിൽ അതിന്റെ ഒരു സമഗ്രതയിൽ നമ്മൾ ഇതുവരെയും പഠനങ്ങൾ ഡോക്യുമെന്റ് ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലം കൂടിയാണിത്. അപ്പൊ വൈവിധ്യത കാണിക്കുന്നുണ്ട്. ഇതുവരെ നടന്ന 1200-ൽ പരം മറൈൻ സ്പീഷീസ് ഉള്ള ഏരിയ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി നടന്ന ഏരിയ തന്നെ കണ്ടെത്തിയിരിക്കുമ്പോൾ നമ്മൾ കണ്ടെത്താത്ത ജീവജാലങ്ങൾ അതിന്റെ ഇരട്ടിയായിരിക്കും. അതൊന്ന്. പിന്നെ ഇതിനെ ചുറ്റിപ്പറ്റി, അതായത് ഇതിനോടനുബന്ധിച്ചുള്ള മറ്റ് അങ്ങ് കടലിനുള്ളിലോട്ട് ഡീപ്പ് അങ്ങ് കുറച്ച് മുന്നോട്ട് പോകുന്നു, ദൂരത്തോട്ട് പോകും. ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള എക്കോസിസ്റ്റംസ് ഉണ്ട്. ആ എക്കോസിസ്റ്റത്തിനെ കുറിച്ചൊന്നും നമ്മൾ പഠനം നടത്തിയിട്ടില്ല. അപ്പം ഇത് ചിലപ്പോൾ ഫീഡിങ് ഗ്രൗണ്ട് ഫോർ അതർ എക്കോസിസ്റ്റം അങ്ങനെ ആയിരിക്കാം. മാത്രമല്ല, നമുക്ക് ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ സൂര്യപ്രകാശം എത്തുന്നത് ഇതുവരെയുള്ള നമ്മുടെ കണ്ടെത്തൽ അനുസരിച്ച് 200 മീറ്റർ താഴെ സൂര്യപ്രകാശം പോകില്ല. അങ്ങനെ പ്രത്യേകിച്ച് ജീവജാലങ്ങൾ വളരുന്നതിന് ഫോട്ടോസിന്തസിസ് വേണം, ലൈറ്റ് വേണം, സൺലൈറ്റ് വേണം. അപ്പോൾ സൺലൈറ്റ് കിട്ടാൻ വേണ്ടി അനേകം ജീവജാലങ്ങൾ ആശ്രയിക്കുന്നത് ഈ ഒരു മേഖലയായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെഡ്ജ് ബാങ്കിലെ പല ജീവജാലങ്ങൾ ഒരു പക്ഷേ അവർ ഈ സമയങ്ങളിൽ, അതായത് മൺസൂൺ സമയങ്ങളിൽ, പ്രത്യേകിച്ച് അടുത്തിട്ട് വളരെ തണുപ്പായിരിക്കുന്ന സമയത്ത് അവർക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ ഉള്ളുണ്ട്. അപ്പോൾ ഇതൊരു ഫീഡിങ് ഹബ്ബാണ്. വളരെ വിശാലമായ വൈവിധ്യങ്ങളുള്ള ഒരു മറൈൻ ഹാബിറ്റാറ്റ് ആണ്. അതേസമയം തന്നെ മറ്റ് ജീവജാലങ്ങൾക്കുള്ള ഒരു ഫീഡിങ് ഹബ്ബ് കൂടിയാണ്. അതുകൂടിയാണ് ഇല്ലാതാകുന്നത്. അപ്പം അതാണ് ഇവിടെ ജീവജാലങ്ങൾ ഇതാകുമ്പം ഈ ഫിഷിന്റെ ലഭ്യതയെ ബാധിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഈ പോർട്ടിന്റെ നിർമ്മാണം തുടങ്ങിയപ്പോൾ തൊട്ടിട്ടെ ഇത് പൂർണ്ണമായിട്ട് നശിച്ചോ അത് ഭാഗികം, എങ്ങനെയാണ് അതിലേക്ക് മാറ്റം സംഭവിച്ചേക്കുന്നത്? നമ്മുടെ ഈ റോബർട്ട് പനിപ്പിള്ളയുടെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഏകദേശം 9 റീഫ് എക്കോസിസ്റ്റത്തിനെ പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിച്ചു കഴിഞ്ഞു. ഈ അത് കരയായി. നേരത്തെ കടലായിരുന്ന സ്ഥലം കരയാക്കിയല്ലോ, കടൽ നികത്തിയല്ലോ. ഏകദേശം കടലിനുള്ളിലോട്ട് 2 കിലോമീറ്ററോളം കരയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയും സ്ഥലത്തുണ്ടായിരുന്ന എക്കോസിസ്റ്റം ഒക്കെ ഇവർ പൂർണ്ണമായും ഭാഗികമായോ നശിപ്പിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ നശിച്ചിട്ടുണ്ട്, കാരണം അതിപ്പോൾ കരയായിട്ടുണ്ട്. ബാക്കി നാശത്തിന്റെ വക്കിലാണ്. കാരണം ഇവർ ഡ്രഡ്ജ് ചെയ്യുമ്പോൾ മണൽ പൊങ്ങുന്നുണ്ട്. മണൽ പൊടി പോലെയാണ് കടലിൻ്റെ ഒഴുക്കനുസരിച്ച് കിടക്കുന്നത്. അത് സിൽട്ടേഷനായി ഈ പാറകളിൽ അടിയുന്നുണ്ട്. അപ്പോൾ പാറകൾ അടിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രജനശേഷിയെ ബാധിക്കും. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെല്ലാം ഇമ്മൂവബിൾ സ്പീഷീസ് ആണ്. കാരണം ഇവർക്ക് നിങ്ങൾ എന്നെ ആക്രമിച്ചു, ഞാൻ വേറൊരു എനിക്ക് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി പോകാം, അത് പറ്റില്ല. അത് മത്സ്യത്തൊഴിലാളികളെ പോലെയാണ്. ഞങ്ങൾക്ക് കടലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത് ഞങ്ങൾ വേറൊരിടത്ത് കൊണ്ടുപോയി പറിച്ചു നട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലുള്ള ഇമ്മൂവബിൾ സ്പീഷീസ് ആണ് ഇവിടെ ഉള്ളത്. കാരണം അവർക്ക് ആ എക്കോസിസ്റ്റത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. വൺസ് ഗോൺ ഇസ് ഗോൺ. ഇനി മാത്രമല്ല, ഈ ജീവജാലങ്ങൾ രൂപപ്പെട്ടിരിക്കുന്ന എത്ര വർഷം കൊണ്ടായിരിക്കും? അതും അനേകായിരം വർഷങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഇതിൽ കാണപ്പെടുന്ന സീവീഡ്സ്, മറൈൻ സ്പോഞ്ചസിന്റെ കാലാവധി എത്ര വർഷങ്ങൾ കൊണ്ടായിരിക്കും രൂപപ്പെട്ടതിനെ കുറിച്ച് 10,000 വർഷം മുമ്പ് രൂപപ്പെട്ട ഒരു എക്കോസിസ്റ്റമായിട്ടാണ് മറൈൻ സ്പോഞ്ചസിനെ കുറിച്ച് സയന്റിഫിക് ഡോക്യുമെന്റേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ മറൈൻ സ്പോഞ്ചസ് ധാരാളം കണ്ടെത്തിയതാണ്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് തന്നെ ഈ മേഖലയിൽ നിന്ന് മറൈൻ സ്പോഞ്ചസ് കണ്ടെത്തിയിട്ടുണ്ട്, സീവീഡ്സ് കണ്ടെത്തിയിട്ടുണ്ട്. സീവീഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു എക്കോസിസ്റ്റമാണ്. നമുക്കിപ്പോൾ കാർബൺ എമിഷൻ ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു സമയത്ത് കടലിൽ ഒത്തിരി കാർബൺ അടിഞ്ഞുകൂടുന്നുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിലെ 48% കൂടുതൽ കാർബണ് CO2 എമിഷൻ എടുക്കുന്ന കടലാണ് ഒരു കാർബൺ സിങ്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അന്തരീക്ഷത്തെ ഇതിനെ എടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കാലാവസ്ഥ ഒരു പരിധിവരെ ഭയങ്കര ചൂടായിട്ട് മാറാതെ നിലനിർത്തുന്ന കടലാണ്. അതിന്റെ ശേഷിയെ ബാധിച്ചിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ടിരുന്ന ജീവജാലങ്ങൾ അതിന് ഒരു പ്രതിവിധിയായിട്ട് അപ്പം കാർബൺ സിങ്കിന്, അതായത് കടലിൻ്റെ കാർബണിൻ്റെ അളവ് കൂട്ടുന്നതിനെ കുറയ്ക്കാൻ വേണ്ടി സീവീഡ് വെച്ച് പിടിപ്പിക്കണമെന്നാണ് ലോകരാജ്യങ്ങൾ പറയുന്നത്. ഇവിടെ സീവീഡ്സിനെ കൊല്ലുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്രയും വളരെ പ്രധാനമുള്ള, എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ട, എന്ത് വില കൊടുത്തും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, പറ്റുമെങ്കിൽ ഈ ജീവജാലങ്ങളുടെ വൈവിധ്യത്തെ വ്യാപിപ്പിക്കേണ്ട ഒരു ചുമതല നമുക്ക് ഈ ഉണ്ടായിരുന്നതാണ്. അത് പ്രൊട്ടക്ട് ചെയ്തതാണ്. മത്സ്യത്തൊഴിലാളികൾ അത് പ്രൊട്ടക്ട് ചെയ്തിരുന്നതാണ്. കാരണം അത് കൂടി വളരെ പ്രധാനമാണ്. ഈ മേഖലയെ മത്സ്യത്തൊഴിലാളികൾ പ്രൊട്ടക്ട് ചെയ്തിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖലയിൽ ചിലതരം മീൻപിടുത്തങ്ങൾ പാടില്ല എന്ന് കേരള സർക്കാരല്ല നിയമമെടുത്തത്. മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ തന്നെ ഉള്ള നിയമങ്ങളുണ്ടായിരുന്നു, അവരുടേതായ നിയമങ്ങളുണ്ടായിരുന്നു. കാരണം അതങ്ങനെ എല്ലാ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി അങ്ങനെയാണ്. കാരണം അവരുടെ എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ അതെ, ആവശ്യത്തിന് മാത്രം. ഈവൻ ചിപ്പി എടുക്കുന്ന ഇവിടെ ഒത്തിരി ചിപ്പി കോളനികളുണ്ട്. ചിപ്പി എടുക്കുന്ന തൊഴിലാളികൾ പോലും ചിപ്പി എടുത്തുകൊണ്ടിരുന്നത് വളരെ മെച്ചുവേർഡായിട്ടുള്ള ചിപ്പി മാത്രമാണ് അവർ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ചിപ്പികളിലെല്ലാം മണലടിഞ്ഞു. ആ ചിപ്പി കോളനികളാണ്. കോളനി എന്ന് പറയുമ്പോൾ അനേകായിരം ജീവജാലങ്ങളുള്ള ആ സ്ഥലങ്ങളാണ്. അതൊക്കെ മണ്ണടിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ മത്സ്യത്തൊഴിലാളികൾ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ഒരു ബയോഡൈവേഴ്സിറ്റി റിസർവായിട്ട് കരുതാവുന്ന ഒരു മേഖലയാണ് ഈ പോർട്ട് പദ്ധതിക്ക് വേണ്ടി നശിപ്പിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലായിരുന്നു. നമ്മൾ ആഘോഷിക്കുമ്പോൾ സംസാരിക്കുന്നില്ല. ഇവിടുത്തെ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് പറയുന്നില്ല. അക്കോർഡിംഗ് മറൈൻ ബയോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള യൂണിവേഴ്സിറ്റി ഇതിനെക്കുറിച്ച് അവിടെ ഒരു സബ്സ്റ്റേഷൻ ഉണ്ട്. ആ ഓഫീസ് തന്നെ, അതിന്റെ ഓഫീസിന്റെ നിലനിൽപ്പ് തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാനായിരുന്നു. അപ്പോൾ അവർ പോലും മിണ്ടുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു കടലിനോടുള്ള ഒരു ചതി, അല്ലെങ്കിൽ കടലിനെ ആക്രമണത്തിന് വിട്ടിരിക്കുന്നു. അദാനിക്ക് എന്തും ചെയ്യാനുള്ള, കടലിൽ എന്തും ചെയ്യാനുള്ള രീതിയിൽ ആണ് ഇത് വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് തോന്നുന്ന സംശയം, എങ്ങനെ ഇതിന് പാരിസ്ഥിതിക അനുമതി ലഭിച്ചു എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഇത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് അഴിമതിയോ മാനിപ്പുലേഷനോ ഇല്ലാതെ അങ്ങനെ ഒരു അനുമതി കിട്ടാൻ സാധ്യതയില്ലല്ലോ. എന്തൊക്കെ തരം അഴിമതികളായിരിക്കാം നടന്നിട്ടുണ്ടാവും? അതെ, മാനിപ്പുലേഷൻ കൃത്യമായി നടന്നിട്ടുണ്ട്. അത് പലരും മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഈ പഠനം നടക്കുന്ന സമയത്ത് തന്നെ പരിസ്ഥിതി അനുമതി വേണ്ടിയുള്ള ഡ്രാഫ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി പബ്ലിക് ഹിയറിംഗ് വിളിക്കുന്ന സമയത്ത് തന്നെ 2013 പലരും ഇത് ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇത് ശരിക്ക് പഠനം നടത്തിയിട്ടില്ല. ഈ പരിസ്ഥിതി പഠനം, അതായത് കോംപ്രഹെൻസീവ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്, ഇതിൽ കൃത്യമായി പഠനങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പലരും അന്ന് തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതെല്ലാം ഇവർ ഈ വ്യത്യസ്തമായി പഠനം നടത്തുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുക. ഉദാഹരണത്തിന് അക്വാട്ടിക് ബയോളജി ഡിപ്പാർട്ട്മെന്റിലെ സയന്റിസ്റ്റിന് ഇതിന്റെ ടാക്സോണമിയെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള അതിന്റെ ഹെഡ് ആയിരുന്ന ആ സയന്റിസ്റ്റിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അതിൽ നിന്ന് പിന്മാറിയത്. ആദ്യം ഈ പാരിസ്ഥിതിക ആഘാത പഠനം പോലും നടത്താൻ ഏൽപ്പിച്ചിരുന്നത് അവരെയാണ്. അവർ വ്യത്യസ്തമായ റിപ്പോർട്ടാണ് ആദ്യം കൊടുത്തത്. കാരണം ഇവിടുത്തെ ഒരു വളരെ പാടില്ല എന്ന നിലയിലാണ് റിപ്പോർട്ട് കൊടുത്തത്. പിന്നെ അതിനുശേഷം അതിനെക്കുറിച്ച് മിണ്ടരുതെന്നാണ് അവരോട് പറഞ്ഞത്. ജോലിപരമായ സ്റ്റേറ്റ് ആവശ്യപ്പെട്ടു. ജോലിപരമായ ഭീഷണി, ത്രെട്ട്, അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വെച്ചുള്ള ത്രെട്ടുകൾ, അങ്ങനെ പലതരത്തിലുള്ള ത്രെട്ടുകൾ വെച്ചിട്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന ശാസ്ത്രജ്ഞരെ നിശബ്ദരാക്കി. ഇനി ചില മീഡിയയിൽ പ്രവർത്തിക്കുന്ന ചില മീഡിയ പ്രവർത്തകരെ നിശബ്ദരാക്കിയിട്ടുണ്ട്. ചിലർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്, ജോലിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ്. ഈ മാഫിയാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച ഒരു മാഫിയയുടെ കീഴിലാണ്, മാഫിയയുടെ പ്രവർത്തനത്തിലാണ് ഈ പോർട്ട് പദ്ധതി മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ സെലിബ്രേഷൻസ്. ഒരു കണ്ടെയ്നർഷിപ്പ്, ഒരു സെലിബ്രേഷൻ നടത്തുക. അതെ, ക്രെയിൻ വരുമ്പോൾ, ഈവൻ പോർട്ട് നിർമ്മാണത്തിന്റെ സാധനങ്ങൾ വരുമ്പോഴും ആഘോഷം നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പരിസ്ഥിതി ആഘാത പഠനത്തിൽ കൃത്യമായി അത് മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ചെയർമാനുമായിട്ട് ഞാൻ സംസാരിച്ചതാണ്. ഈ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയ വിഴിഞ്ഞത്തിന് വേണ്ടി 2013 പരിസ്ഥിതി ആഘാത പഠനത്തിനായിട്ട്
നടത്തിയ ചെയർമാനുമായിട്ട് ഞാൻ സംസാരിച്ചതാണ്. കാരണം ഞാൻ മനോരമയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അദ്ദേഹം ഇത് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇതിൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് 1 മണിക്കൂർ കൂടി തർക്കിച്ചപ്പം അദ്ദേഹത്തിന് സയൻസ് പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം പറയും, നിങ്ങൾ എന്തുകൊണ്ട് കോർട്ടിൽ പോയില്ല? ഞാൻ പറഞ്ഞ സാങ്കേതികത പറയാം, നിങ്ങൾ എന്തുകൊണ്ട് കോർട്ട് പോയില്ല, കോർട്ട് എന്തുകൊണ്ട് ഇത് അംഗീകരിച്ചില്ല? ഞാൻ പറഞ്ഞു, ഇത് കോർട്ട് എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? നമുക്കറിയില്ലേ കോർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കോർട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് നമുക്കറിയില്ലേ, അതിൽ ഈ പണത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലേ കോർട്ടിൻ്റെ തീരുമാനങ്ങളിൽ? അപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞ ഇതിൽ പ്രവർത്തിച്ചവർക്ക് അന്ന് ഈ പഠനം നടത്തുമ്പോൾ ഇവർക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലായിരുന്നു. ആക്ച്വലി ഈ പഠനം നടത്തിയ ആളുകൾക്ക് ഇതിൻ്റെ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ ഈ ലിസ്റ്റിലില്ലായിരുന്നു. അത് ശരി. പക്ഷെ അവരെ രണ്ടാമത്തെ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതും കൂടി ചേർത്ത് വായിക്കണം. എതിർപ്പുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ. രണ്ടാമത്തെ പഠനത്തിലെ ലിസ്റ്റിൽ, എക്സ്പേർട്സിന്റെ ലിസ്റ്റിൽ ഇവരാരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ആദ്യ പഠനം നടത്തിയ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. അനുകൂലം തന്നെയായിരുന്നു. അതെ, പോർട്ടാകാം, നിർമ്മാണമാകാം, വേറെ പ്രശ്നങ്ങളില്ല. ഇവിടെ എന്താണ് നശിപ്പിക്കപ്പെടാൻ IUCN ഇന്റർനാഷണൽ ജീവജാലങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി IUCN ലിസ്റ്റ് ഉണ്ടല്ലോ, ജീവജാലങ്ങളുടെ ലിസ്റ്റ്, എൻഡാഞ്ചേർഡ് സ്പീഷീസ് ലിസ്റ്റ് ഒക്കെ എടുക്കുന്ന, അതിൽ ഉൾപ്പെടുന്ന ജീവജാലങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് കൊടുക്കാം എന്ന നിലയിലാണ്. പക്ഷെ അനേകം ജീവജാലങ്ങൾ അവിടെ ഉണ്ട്. നമുക്ക് പഠനം നടത്തി കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് അവിടെ ഇല്ല എന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് ഈ ഓൾറെഡി പഠനങ്ങൾ നേരത്തെ പല പഠനങ്ങൾ ഉണ്ട് അവിടെ. ഉദാഹരണത്തിന് അവിടെ ആമ വരാറുണ്ട് എന്നുള്ളത് മുൻ പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റ് പല ജീവജാലങ്ങളും ഉള്ളതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ സീവിഡ്സ് അതുപോലുള്ള മറൈൻ സ്പോഞ്ചസ് പോലുള്ള ജീവജാലങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ജീവജാലങ്ങളുടെ ലിസ്റ്റിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ ഉള്ളതാണ്. അത് മുൻകാല പഠനങ്ങളിൽ ചിലരൊക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെയാണ്, മുൻകാലം നടന്ന പഠനങ്ങൾ പോലും പരിഗണിക്കാതെയാണ് ഈ മറൈൻ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച്, അതിൻ്റെ പാരിസ്ഥിതിക പ്രത്യേകതകളെക്കുറിച്ച് അവിടെ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും വലിയ തട്ടിപ്പല്ല 20 മീറ്റർ ആഴം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ 13.5 മീറ്റർ കപ്പൽ വന്നപ്പം അവിടെ അത്രയും 20 മീറ്റർ ആഴം ഇല്ലെന്നാണ് പറയുന്നത്. 2 രീതിയിലാകാതെ, ഒന്നുകിൽ നേരത്തെ സ്വാഭാവികമായിട്ട് ആഴം ഇല്ലാതിരുന്നിരിക്കാം, അല്ലെങ്കിൽ അവിടെ മണലടിഞ്ഞായിരിക്കും. അപ്പൊ അവിടുത്തെ പ്രശ്നം എന്താണ്? മണലടിയുന്നുള്ള പ്രശ്നം. പക്ഷെ മുമ്പ് പറഞ്ഞത് എന്താണ്? ഈ പാരിസ്ഥിതികാഘാത പഠനത്തിൽ പറഞ്ഞിരിക്കുന്നത് മണലടിയില്ല, സിൽട്ടേഷൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ 2 രീതിയിലായാലും മുമ്പത്തെ പഠനം കള്ളത്തരാണ്. ശരിക്കും പഠനം നടത്തിയിട്ടില്ല. മാത്രമല്ല, അവിടെ എന്തായാലും ഒരേ രീതിയിൽ അവിടെ കടലിന്, ഇപ്പൊ ഈ പോർട്ടിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോർട്ടിന് വേണ്ടി എടുത്തിരിക്കുന്ന സ്ഥലത്തിൽ, അല്ലെങ്കിൽ പോർട്ടിന്റെ ഏരിയ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലായിടത്തും ഒരേ രീതിയിലല്ല ആഴം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഈ റീഫ് എക്കോസിസ്റ്റം ഉള്ള സ്ഥലങ്ങളിൽ അത് പാറക്കെട്ടും ചിലപ്പോൾ പൊങ്ങി കിടക്കും, ചില സ്ഥലങ്ങളിൽ 5 മീറ്റർ ആഴേ കാണുള്ളൂ. ഉദാഹരണത്തിന് പെരുമാക്കല്ലിന്റെ അടുത്ത് പോകുമ്പോൾ ഒരു 10 മീറ്റർ താഴെ ആഴമുള്ളൂ. അതൊരു പ്രധാന എക്കോസിസ്റ്റമാണ്. അവിടാണ് പോർട്ടിന്റെ എൻട്രി ആയിട്ട് വരുന്നത്. അവിടെ ചില സ്ഥലങ്ങളിൽ 10 മീറ്റർ ആഴേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം കൂടി ചേർത്താണ് 20 മീറ്റർ ആഴം എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരാശരിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് പോരല്ലോ. കാരണം ഇത് എല്ലായിടത്തും ഒരേ ആഴം വേണ്ടേ? എല്ലായിടത്തും കപ്പൽ ഇത്രയും, അതായത് ഈ എൻ്റെ ഡെപ്ത്, കപ്പലിന്റെ ഒരു ഭാഗം അടിത്തട്ടിൽ പോകണം, 13.5 മീറ്റർ അടിത്തട്ടിൽ പോകണമെങ്കിൽ അത്രയും ആഴം വേണ്ടേ? അത് എല്ലായിടത്തും ഒരുപോലെ വേണ്ടേ? അല്ലെ, ഇവിടെ 35 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, അവിടെ 40, ആവറേജ് 20, അങ്ങനെ മതിയോ? അങ്ങനെ അത്തരത്തിലാണ് ഇതിന്റെ പാരിസ്ഥിതികാഘാത പഠനം നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം CMFRO അല്ലെങ്കിൽ ജൈവ വൈവിധ്യ ബോർഡോ ഒന്നും ഇതിനൊരു ഘട്ടത്തിലും എതിർക്കാതിരുന്നത്? അത് ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. എന്തുകൊണ്ടാണ് അവർ എതിർക്കാത്തത്? ഞാൻ KSEBയുടെ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ഒരു ഉദാഹരണം പറയാം. അതിന് ഇതിന്റെ ഒരു എന്തുമാത്രം വെസ്റ്റഡ് ഇൻട്രസ്റ്റ് പറയില്ല, ഒരുപക്ഷെ ഭരിക്കുന്ന പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഭരിക്കുന്ന ഭരണവർഗത്തിന് ഇൻട്രസ്റ്റ് ആയിരിക്കാം. അപ്പം അതിൽ വെസ്റ്റ് ഇൻട്രസ്റ്റ് വരാൻ കാരണം, ഇപ്പം 2013-14, 2014-15 ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റിക്ക് ബോർഡിന് വേണ്ടി തിരുവനന്തപുരത്തെ ജീവജാലങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നു.
അതിന്റെ റിപ്പോർട്ടാണ് ഇത്. ഇത് കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് രജിസ്റ്റർ റിപ്പോർട്ടാണ്. അതിന്റെ റിപ്പോർട്ടാണ് ഇത്. രജിസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫസ്റ്റ് പീപ്പിൾസ് മറൈൻ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ എന്നാണ്. ഓർക്കണം, 2013-14 15 ഈ പഠനം നടത്തിയിരിക്കുന്നത്. കരാറപ്പെടുന്നത് 15 കഴിഞ്ഞിട്ടാണ്. ഓക്കെ, ഈ പഠനം പക്ഷേ ഇവര് 2017 വരെ പരിശോധിച്ചില്ല, റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തില്ല. കാരണം ഇത്രയും വൈവിധ്യമുള്ള ഒരു മേഖലയാണെന്ന ഇത് അവർ ആവശ്യപ്പെട്ടിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്? അതെ, അവരുടെ സയന്റിസ്റ്റ് തന്നെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ എല്ലാം ചെയ്തതിന്റെ ടാക്സോണമി അനാലിസിസ് എല്ലാം ചെയ്തത്. എന്നിട്ട് ആ പഠന റിപ്പോർട്ട് അവർ പുറത്തുവിട്ടിട്ടില്ല 2017 വരെ. പിന്നെ 2017 ഓഗസ്റ്റിലോ സെപ്റ്റംബറിലാണ് പിണറായി വിജയൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അത് അന്ന് പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കരാറിനുള്ള സാധ്യത, കാരണം ഈ റിപ്പോർട്ട് വെച്ച് കേസിന് പോകാൻ പറ്റുമായിരുന്നു. കാരണം അതിനൊരു ഉദാഹരണം പറയാം. ഇതിനെ ഇത് ചെയ്യുന്ന എന്തുകൊണ്ട് ഇതിന്റെ 2016 എൻവയോൺമെന്റ് ക്ലിയറൻസ് കേരള ഇന്ത്യൻ പരിസ്ഥിതി മന്ത്രാലയം കൊടുത്ത എൻവയോൺമെന്റ് ക്ലിയറൻസിനെതിരെ അത് എക്കോളജിക്കലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, അതായത് നേരത്തെ ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് നാച്ചുറൽ ബ്യൂട്ടി എന്നാണ്. അതാണ് ഒഫീഷ്യൽ വേർഷൻ. വിഴിഞ്ഞത്തെ പറ്റിയുള്ള ഡെഫിനിഷൻ അതാണ്. വിഴിഞ്ഞത്തെ ഡെഫിനിഷൻ അതാണ്, ആൻ ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് നാച്ചുറൽ ബ്യൂട്ടി എന്ന് സയന്റിഫിക് കമ്മ്യൂണിറ്റി കരുതിയിരുന്ന ഒരു സ്ഥലം. ഇത് ഇങ്ങനെ ഒരു നിർമ്മാണം അനുവദിക്കുന്നത് പാരിസ്ഥിതികമായി ശരിയല്ല എന്ന് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേസിന് പോകുന്നു 2016. ഇത് അനുമതി വന്ന ഉടനെ തന്നെ കേസിന് പോകുന്ന സമയത്ത് അണ്ടർ വാട്ടർ വിഷ്വൽസ്, അവിടുത്തെ അണ്ടർ വാട്ടർ വിഷ്വൽസ് കോടതിയിൽ NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ പ്രസന്റ് ചെയ്യുന്നു. കോടതി അത് തെളിവായി അംഗീകരിക്കുന്നില്ല. കാരണം അത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ശാസ്ത്ര സ്ഥാപനം ഒത്തന്റിക് ആയിട്ട് നടത്തിയ പഠനമല്ല. അവിടെയാണ് KSBBയുടെ പ്രാധാന്യം. അന്ന് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് 2015 ഈ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നെങ്കിൽ അത് ഒതന്റിക് റിപ്പോർട്ട് ആയേനെ. അപ്പൊ പാരിസ്ഥിതിക അനുമതി കിട്ടില്ലായിരുന്നു. NGT അത് നിരാകരിക്കുമായിരുന്നു ബേസ്ഡ് ഓൺ ദിസ് സ്റ്റഡി. അപ്പൊ അതാണ് പുറത്തുവിടായിരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് മാനിപ്പുലേഷൻ അത് പുറത്തുവിടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആവശ്യപ്പെടുകയൊക്കെ നമ്മൾ പല രീതിയിൽ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഇതിന്റെ റിപ്പോർട്ട് ചോദിച്ചു. അപ്പൊ അതിനുശേഷമാണ് ഇതിനെക്കുറിച്ച് ഈ റിപ്പോർട്ട് ഇവർ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഈ വിഷയം പരിഹരിക്കപ്പെടുമായിരുന്നു കോടതിയിൽ. അങ്ങനെയാണ് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ഇതിന്റെ ഒരു കോപ്പി വേണം, അല്ലെങ്കിൽ ഞങ്ങൾ വിവരാവകാശം ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇൻഡിജിനസ് റൈറ്റ്സിനെതിരാണ് എന്ന നിലയിൽ ഞങ്ങൾ വിപ്പോയെ, അതായത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട് UN കീഴിലുള്ള, അവർക്ക് പരാതി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇവര് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായതും. അത് കഴിഞ്ഞു, കോടതി വിധി വന്നു കഴിഞ്ഞല്ലോ. വിധി വന്നതിന് ശേഷമാണ് ഇവര് ഇതിന്റെ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി തരത്തിലുള്ള മാനിപ്പുലേഷൻസ് ഇതിൽ നടക്കുന്നുണ്ട്. ഇതിലെ സയന്റിസ്റ്റുകൾ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ പേഴ്സണലി അറിയുന്ന ആളുകളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ഇതിനോടുള്ള കമ്മിറ്റ്മെന്റ് നമുക്ക് മനസ്സിലാവും. സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് വിഷയത്തോടുള്ള കമ്മിറ്റ്മെന്റ് നമുക്കറിയാം. പക്ഷെ അവർ ആ ഒരു മേഖലയിൽ റിസർച്ചിലും ഇതിലൊക്കെ ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനെ, സാമ്പത്തിക താല്പര്യങ്ങളെ മറികടക്കാനുള്ള ശേഷി എന്തുകൊണ്ടാണ് ഈ സയന്റിഫിക് തോട്ടിന് അല്ലെങ്കിൽ ഈ കമ്മിറ്റ്മെന്റിന് സാധിക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും? ഞാൻ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഇവിടെ നടക്കുന്നത് ഓഷ്യൻ സയൻസ് ആണോ അതോ പൊളിറ്റിക്കൽ ഓഷ്യൻ റിസർച്ച് ആണോ ഇവിടെ നടക്കുന്നത്? കാരണം പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിന് വേണ്ടി സയന്റിഫിക് റിസർച്ചിനെ മാറ്റിവെക്കുകയാണ്. ചെയ്യാൻ പാടില്ല. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ളത് ഈ അക്വാട്ടിക് ബയോളജി ഡിപ്പാർട്ട്മെന്റ് കേരള യൂണിവേഴ്സിറ്റിയിൽ അവരുടെ സ്റ്റുഡൻസിന്റെ PhD റിസർച്ച് എനിക്ക് തോന്നുന്നു മോർ ദാൻ 25 PhD തീസിസ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വിഴിഞ്ഞം ഈ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തിന് അവിടുത്തെ സ്പീഷീസിനെ ബേസ് ചെയ്തിട്ടാണ് പഠനങ്ങൾ നടന്നിട്ടിരിക്കുന്നത്. എന്നിട്ട് ഈ പഠനം നടത്തിയവരോ ആ പഠനത്തിന് ഗൈഡ് ചെയ്തവരോ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നേതൃത്വം കൊടുക്കുന്നവരോ ഇത്
പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു മേഖലയിലാണ് ഈ റിസർച്ച് നടക്കുന്നത്. അൺസയന്റിഫിക് ആണ്, ഇത് ശാസ്ത്രവിരുദ്ധമാണ് നിർമ്മാണം, ഇത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ആ രീതിയിൽ അവർ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ ഭയപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഭയം തന്നെയാണ്. ഇപ്പം ഞാൻ ഒരു ഇതുപോലെ തന്നെ കേരള അക്വാട്ടിക് ബയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഒരു സെമിനാർ നടന്നു. എനിക്ക് തോന്നുന്നു 2018 തോന്നുന്നു. എന്തായാലും എനിക്ക് കൃത്യമായ ഡേറ്റ് ഓർമ്മയില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ സെൻട്രൽ ഇവരുണ്ട്, വേറൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട് കേട്ടോ, സെൻട്രൽ ഇവരുണ്ട്, എർത്ത് സയൻസ് സ്റ്റഡീസ് ഉണ്ട്. അവരും ഇതിനെക്കുറിച്ച് പറയേണ്ടവരാണ്, അവരും മിണ്ടിയിട്ടില്ല. അപ്പോൾ എന്നാൽ അവർ അനുകൂലമായ റിപ്പോർട്ടാണ് കൊടുത്തത് പോലും. അതിനെയൊക്കെ തെളിവാക്കി വെച്ചുകൊണ്ടാണ് പിന്നീട് NGT ഈ പരിസ്ഥിതി അനുകൂലമായ വിധി വന്നിരിക്കുന്നവരാണ്. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷന് റോളുണ്ട്. സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ മാനിപ്പുലേഷനെ സഹായിക്കുകയാണ് ചെയ്തത്, ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ വരെ സമരത്തിന്റെ സമയത്ത് ഇവർ നടത്തിയ ബീച്ച് എറോഷനെ കുറിച്ചും അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചും നടത്തിയ റിപ്പോർട്ട് ഇതുവരെയും പബ്ലിക്കിന് പുറത്തു വിട്ടിട്ടില്ല. 1 വർഷം കൂടുതലായി പുറത്തു വിടുമെന്ന് പറഞ്ഞിട്ട് 1 വർഷം കൂടുതൽ. ഇന്നലെ പബ്ലിക് അക്സസിബിൾ ആക്കിയിട്ടില്ല. എന്തിനാ പബ്ലിക്കിന് അക്സസിബിൾ ആക്കുന്നില്ല? എല്ലാം നിങ്ങൾ ശാസ്ത്രീയമായി സുതാര്യമാണെങ്കിൽ വൈ ഇറ്റ്സ് നോട്ട് അവൈലബിൾ ടു ദ പീപ്പിൾ? സിറ്റിസൺ എന്തുകൊണ്ട് അവൈലബിൾ ആക്കുന്നില്ല? അങ്ങനെ ഒത്തിരി മാനിപ്പുലേഷൻ. അപ്പം സയന്റിഫിക് കമ്മ്യൂണിറ്റി ഇതിൽ വളരെ ഒരു റോള് അവർ വഹിക്കുന്നുണ്ട്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഈ മാനിപ്പുലേഷന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ സെൻട്രൽ NSS, നാഷണൽ സെന്റർ ഫോർ സയന്റിഫിക് സയൻസ് സ്റ്റഡീസ്, അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നേരത്തെ കേരളത്തിൻ്റെ ആയിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നടത്തിയ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് ഇതിനെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്താൻ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അവർ പോലും ഇതിനെക്കുറിച്ച് ഒന്നിൽ നിശബ്ദരാകുകയോ ഒക്കെ ചെയ്തു. ഇപ്പം ഞാൻ പറയേണ്ടി വന്നത്, ഈ ഇതിലെ ഒരു സയൻറ്റിസ്റ്റാണ് ZRST, അതായത് കോസ്റ്റൽ റെഗുലേഷൻ സോൺ. ആദ്യം മണ്ണിലായിരുന്നത്, പിന്നീട് 3 മാറ്റി. നോക്കണം ഇതെങ്ങനെയാണ്. അപ്പോൾ ഈ ചോദ്യം തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഇദ്ദേഹം അതിൻ്റെ ചെയർമാനായിരുന്ന ആൾ ഒരു ക്ലാസ്സിന് വന്നു. ഞങ്ങളും അതിൻ്റെ ഭാഗമാണ്. ഈ ഒരു സയൻറ്റിഫിക് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഒരു സയൻറ്റിഫിക് ഫോറത്തിലാണ് ഞാൻ ചോദിക്കുകയാണ്, 1994 CRST 1 മേഖല നോ കൺസ്ട്രക്ഷൻ, നോ എനി മാൻ-മെയ്ഡ് കൺസ്ട്രക്ഷൻ. ഈവൻ ഫിഷിങ്ങിന് വരെ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തണമെന്നാണ്, അവിടെ ഫിഷിങ്ങിന് വരെ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തണമെന്നാണ് ഈ CRST സോൺ 1 പറഞ്ഞിരിക്കുന്നത് നിബന്ധന. അങ്ങനെയുള്ള ഒരു മേഖലയെ നിങ്ങൾ 2011 വരുമ്പോൾ 3 മാറ്റാൻ അവിടെ എന്ത് പാരിസ്ഥിതിക മാറ്റങ്ങളാണ് സംഭവിച്ചത്? അതുകൊണ്ടായിരിക്കണമല്ലോ മാറണം. കാരണം ആൻ ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് നാച്ചുറൽ ബ്യൂട്ടി എങ്ങനെ അതല്ലാതായി മാറി. അപ്പൊ അദ്ദേഹം അപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ല. അതാണ് അത് ഗവൺമെന്റ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ സമയത്താണ്, കാരണം എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ സമയത്താണ്, അദ്ദേഹം എങ്ങനെയോ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ റിപ്പോർട്ട് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് സർക്കാർ ആവശ്യപ്പെടുന്നത് പോലെ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ ഓഷൻ സയൻസ് വർക്ക് ചെയ്യുന്നത്. അതായത് സർക്കാർ ആവശ്യപ്പെടുന്ന രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഒരു സമൂഹമായി ശാസ്ത്ര സമൂഹം ഇവിടെ അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ശാസ്ത്രമോ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഓഷൻ സയൻസോ നിർമ്മിക്കാൻ ഇവിടുത്തെ ശാസ്ത്ര സ്ഥാപനങ്ങൾക്ക് കഴിയാത്തിടത്താണ് വിഴിഞ്ഞം പോലെയുള്ള ഒരു വലിയൊരു ബയോഡൈവേഴ്സിറ്റി നേരിടുന്നത്. അതിനകത്ത് ഇറോഡിംഗ് ബീച്ചാണ് എന്നുള്ള മുമ്പ് തന്നെ പഠനം ഉണ്ടായിരുന്നു. ഇറോഡിംഗ് ബീച്ചിനകത്ത് തുറമുഖങ്ങൾ നിർമ്മാണം പാടില്ല എന്നുള്ള നിയമമുണ്ട് എന്നും പറയുന്നു. അതെന്റെ അത് അടുത്തൊരു മാനിപ്പുലേഷനാണ്. അത് ഇൻകോയ്സ്, അടുത്ത ശാസ്ത്ര സ്ഥാപനം നോക്കണം. ശാസ്ത്ര സ്ഥാപനങ്ങളെല്ലാം നോക്കണം. CMFRI, കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്, നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ കേരള യൂണിവേഴ്സിറ്റി അക്വാട്ടിക് ബയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത് വരുന്ന ഒരു സ്ഥാപനമാണ് ഇൻകോയ്സ്. അപ്പോൾ ഈ പാരിസ്ഥിതിക അനുമതിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസ് നടക്കുന്ന സമയത്ത് NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ കേസ് നടക്കുന്ന സമയത്ത് അതിൽ വന്ന ഒരു പ്രധാന വാദം ഇതായിരുന്നു, ഇത് ഒരു ഇറോഡിംഗ് ബീച്ചാണ്. കാരണം ഇറോഡിംഗ് ബീച്ച് എന്ന് പറയാൻ കാരണം വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ 1970, 75 79 അങ്ങനെ നിർമ്മിച്ച ഒരു ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിന് ശേഷമാണ് അതിന് വടക്കുള്ള
കോവളം മുതൽ പനത്തുറ, കോളത്ത് വലിയ ചെറിയ ഇമ്പാക്റ്റാണ് ഉണ്ടായത്. അതിന് പനത്തുറ അതിൻ്റെ പ്രത്യേക പാരിസ്ഥിതിക പ്രത്യേകതകളുണ്ട്. പനത്തുറ പൂന്തുറയ്ക്കൊക്കെ തീരം നഷ്ടപ്പെട്ടു തുടങ്ങിയത് അന്ന് മുതലാണ്. അത് ചെറിയ രീതിയിലുള്ള തീരം നഷ്ടമാണ്. ഓരോ വർഷവും ക്രമാനുഗതമായിട്ട് തീരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ നിർമ്മാണങ്ങൾ. വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ നിർമ്മാണം, പോർട്ടല്ല, ഫിഷിംഗ് ഹാർബർ 80കളിലെ മുതലേ ഈ നഷ്ടം പലരും ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിനൊരു ഇറോഡിങ് ബീച്ചായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ശാസ്ത്ര സമൂഹം തന്നെയാണ് നേരത്തെ ഇങ്ങനെ ഇറോഷൻ ഇങ്ങനെ ക്രമാനുഗതമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ നിർമ്മാണത്തിന്റെ വടക്ക് വശമായ പൂന്തുറയും പനത്തുറയിലും ഇറോഷൻ, ഭീമാപള്ളിയിലും ഇറോഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ശാസ്ത്ര സമൂഹം. അതിന്റെ ഒരു കാരണം ഈ പറയുന്ന ഈ വിഴിഞ്ഞത്ത് ഫിഷിംഗ് ഹാർബറിന് വേണ്ടി നിർമ്മിച്ച പുലിമുട്ട് നിർമ്മാണങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഇറോഷൻ നടക്കുന്നു എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് പല പഠനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇറോഡിങ് ബീച്ചിൽ നിർമ്മാണം പാടില്ല എന്ന് പറഞ്ഞ ഒരു നിയമം ഉണ്ട്. അന്നുണ്ട്, നിലവിലുള്ള നിയമം വെച്ചിട്ട് ഇവർ വാദിച്ചത് ഇറോഡിങ് ബീച്ചിൽ പാടില്ല എന്ന നിയമം ഉണ്ടല്ലോ, അപ്പൊ ഇതെങ്ങനെ പരിസ്ഥിതി അനുമതി കൊടുത്തു? അങ്ങനെ NGT ആവശ്യപ്പെടുകയാണ് ഇൻകോയ്സിന് ഇതൊരു ഇറോഡിങ് ബീച്ചാണോ അല്ലയോ എന്ന് പഠിക്കണം. ഇൻകോയ്സിനെ ഏൽപ്പിക്കുന്നു. ഇൻകോയ്സ് പഠനം നടത്തുന്നു. ഇതൊരു ഇറോഡിങ് ബീച്ച് അല്ല. ഓക്കെ, ഇൻകോയ്സ് ഒരു ഇന്ത്യയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, സ്ഥാപനമാണ്. ഒരുപാട് സയൻറ്റിസ്റ്റ് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. വളരെ ഒത്തിരി പബ്ലിക്കേഷൻസ് ഉള്ള സയൻറ്റിസ്റ്റ്, ക്രെഡിബിൾ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന പഠനത്തെ മുഖവിലേക്ക് എടുക്കണോ അല്ലാതെ മത്സ്യത്തൊഴിലാളികൾ പറയണ മുഖവിലേക്ക് എടുക്കണം? അപ്പോൾ അങ്ങനെ ഇൻകോയ്സ് കൊടുത്ത പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വാദം ഇല്ലാതാകുന്നത്. അപ്പോൾ ഇൻകോയ്സ് ഇതിനകത്ത് വീണ്ടും ഇൻകോയ്സ് റോള് വരുന്നു. ഇൻകോയ്സ് എന്ന ശാസ്ത്ര സ്ഥാപനത്തിനെ കൊണ്ടുവരുന്നു. ഇൻകോയ്സ് എന്ന ശാസ്ത്ര സ്ഥാപനത്തിനെ കൊണ്ട് ഇത് ഇറോഡിങ് ബീച്ച് അല്ലാതാക്കി മാറുന്നു. പക്ഷെ അതേസമയം ഇത് കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിന്റെ ഈ കളികൾ, ഇതിന്റെ പിന്നിലുള്ള ഈ ശാസ്ത്ര സ്ഥാപനങ്ങളുടെ കളികൾ എന്നാണ് ഞാൻ ഇതിന് പറയുന്നത്. കാരണം അത് ഇല്ലാത്തന്നെ ഉണ്ടെന്ന് കാണിക്കുക, ഉള്ളതിനെ ഇല്ലാന്ന് കാണിക്കുക, അതൊരു ഇറ്റ്സ് നോട്ട് സയൻസ്. ഇതെങ്ങനെ സയൻസ് ആണ്? വെർ ഇസ് എവിഡൻസ്, ഷോ ദ ഡേറ്റ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ശാസ്ത്ര സ്ഥാപനങ്ങൾ ഇൻകോയ്സിനെ കൊണ്ടുവരുന്നതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അതിനുശേഷം വിഴിഞ്ഞം പോർട്ട് വരുന്നു. 2016 നിർമ്മാണത്തിന് ശേഷം ഈ കോവളം ബീച്ച് നല്ല ഇറോഷൻ ഉണ്ടാകുന്നു. പനത്തുറ ഇറോഷൻ ഉണ്ടാകുന്നു. അവിടെ കടൽ ഭിത്തിക്ക് മീതെ കടലടിക്കുന്നു. പൂന്തുറ പൊഴി, അവരുടെ മണൽത്തീരമുള്ള സ്ഥലത്ത് കടൽ കൂടുതൽ നദിയിലോട്ട് കയറി വരുന്നു. പൂന്തുറയുടെ കടൽഭിത്തിക്ക് മുകളിലൂടെ കടലടിക്കുന്നു. വലിയതുറ തീരം പോകുന്നു, ചെറിയതുറ തീരം പോകുന്നു, ഭീമാവള്ളി തീരം പോകുന്നു, ശംഖുവും വരെ തീരം പോയി. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നപ്പോഴത്തേക്കും വീണ്ടും ഇതിനെക്കുറിച്ച്, ഈ ഇറോഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അത് യഥാർത്ഥത്തിൽ കോടതി വിധിയുടെയും കൂടി ഒരു അടിസ്ഥാനത്തിലാണ്. അന്ന് കോടതി വിധിച്ചപ്പോൾ പൂർണ്ണമായിട്ട് അനുകൂലമായിട്ടല്ല വിധിച്ചത്. അതായത് എൻവയോൺമെന്റ് ക്ലിയറൻസിനെതിരെയുള്ള പരാതിക്ക് മേൽ വിധി വന്നപ്പോൾ എൻവയോൺമെന്റ് ക്ലിയറൻസ് ഓക്കെ ആണെന്ന് അപ്രൂവ് ചെയ്ത സമയത്ത് പോലും ചില കണ്ടീഷൻസ് വച്ചിരുന്നു. അതിലൊരു കണ്ടീഷനാണ് എല്ലാ 6 മാസത്തിലൊരിക്കലും ഈ ബീച്ച് ഇറോഷനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. അങ്ങനെ ആരെയാണ് പഠനം ഏൽപ്പിച്ചിരിക്കുന്നത്? NIOT, അടുത്ത ശാസ്ത്ര സ്ഥാപനം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷൻ ടെക്നോളജി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷൻ ടെക്നോളജി ഇതിനെ കുറിച്ച് പഠിക്കാൻ പറയുമ്പോൾ അവർ കൊടുക്കുന്ന റിപ്പോർട്ട് എന്താണ്? ഇത് ബീച്ച് ഇറോഷൻ നടക്കുന്നുണ്ട്, പോർട്ടുമായിട്ട് ഇതിന് ബന്ധമില്ല. പ്രധാനമായും 2 കാരണങ്ങളാണ് ഈ ബീച്ച് ഇറോഷൻ നടക്കാൻ. ഒന്ന്, ഇത് ഓൾറെഡി ഇതൊരു ഇറോഡിങ് ബീച്ചാണ്. നോക്കിക്കോണം, ഇറോഡിങ് ബീച്ച് നേരത്തെ ഇറോഡിങ് ബീച്ച് അല്ലാതെ ഇൻകോയ്സ് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ രക്ഷപ്പെട്ടത്. പക്ഷെ ഇത് ഓൾറെഡി ഒരു ഇറോഡിങ് ബീച്ചാണ്. നേരത്തെ ഇറോഡിങ് ബീച്ചായിരുന്നു, അത് ഇറോഷൻ തുടരുന്നു. അതുകൊണ്ട് ഇതിനെ നിർമ്മാണവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റില്ല. മറ്റൊന്ന് കാലാവസ്ഥ വ്യതിയാനം. അതുകൊണ്ടാണ് ഇവിടെ ഇറോഷൻ നടക്കുന്നതെന്ന് NIOT പറയുന്നു. ഒക്കെ പരസ്പര വിരുദ്ധമാണ്. അപ്പൊ ഇതിൽ ആര് പറയണതാണ് ശരി? NIOT പറയുന്നതാണോ ശരി, അതോ ഇൻകോയ്സ് നേരത്തെ പറഞ്ഞതാണോ ശരി? ഓരോ സമയത്തും അതാത് സമയത്ത്. അപ്പോൾ എനിക്ക് നേരത്തെ ഇത് കോസ്റ്റ് സോൺ മാനേജ്മെന്റിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞൻ പറഞ്ഞ
കാര്യമാണ് ഇവിടെ വരുന്നത്. സർക്കാർ ആവശ്യപ്പെടുന്നു, ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. സർക്കാരിന് അതാത് സമയത്ത് സർക്കാർ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്നതാണ് ഞങ്ങളുടെ പണി. അതെ, റിപ്പോർട്ട് ഹുക്ക് ചെയ്യുന്നു. അവർ ശാസ്ത്രജ്ഞരെന്ന് പറയാമോ? ദേ ആർ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ്, വി കനോട്ട് സേ ഓഷൻ സയന്റിസ്റ്റ് അല്ലേ? പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആസ്പിറേഷൻസിനനുസരിച്ച് ദേ ആർ മാനിപ്പുലേറ്റിംഗ് ദ ഓഷൻ ഡേറ്റ. അതിനനുസരിച്ച് ശാസ്ത്രം നിർമ്മിക്കുകയാണ് ഇവിടുത്തെ ശാസ്ത്ര സ്ഥാപനങ്ങൾ. അത് നമുക്ക് കൃത്യമായി പറഞ്ഞേ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ അകത്ത് ഈ പാരിസ്ഥിതിക അനുമതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന മാനിപ്പുലേഷൻ ഇത് വരും. പിന്നെ ഇതിൻ്റെ ഒരു പരിസ്ഥിതിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കുറച്ചും കൂടി നമ്മൾ പോവുകയാണെങ്കിൽ 2004 നമുക്കറിയാം ഡിസംബർ 26 സുനാമി ഉണ്ടാകുന്നത്. തിരുവനന്തപുരം ജില്ലയെ സുനാമി ബാധിച്ചിട്ടില്ല. അതിന്റെ കാരണം ചിലർ ആവശ്യപ്പോൾ ഒന്ന് ആഴക്കടലിന്റെ പ്രത്യേക തിരുവനന്തപുരം കടലിന്റെ ഒരു പ്രത്യേകതകൾ, മറ്റൊന്ന് ഈ വിഴിഞ്ഞത്തെ എക്കോസിസ്റ്റത്തിന് വളരെ പ്രാധാന്യം ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം അവിടെ വളരെ പ്രാധാന്യമുള്ള എക്കോസിസ്റ്റത്തിന് ഈ കടലിന്റെ എനർജിയെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവറുള്ള എക്കോസിസ്റ്റം അവിടെ നിലനിന്നതുകൊണ്ടുകൂടിയാണ് സുനാമി ഇവിടെ വലിയ രീതിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയി. തിരുവനന്തപുരം ജില്ലയെ ബാധിച്ചിട്ടില്ല. തൊട്ടപ്പുറത്ത് കന്യാകുമാരി ജില്ലയെ ബാധിച്ചിട്ടുണ്ട്. കൊല്ലത്ത് തൊട്ട് അടുത്തുള്ള ആലപ്പാട് ഉൾപ്പെടെയുള്ള കൊച്ചി വരെ ബാധിച്ചിട്ടുണ്ട്. ആലപ്പുഴ അങ്ങോട്ട് പോകുന്തോറും അതിന്റെ ഇമ്പാക്റ്റ് കുറവായിരുന്നു. പക്ഷെ തിരുവനന്തപുരം ജില്ല എങ്ങനെ രക്ഷപ്പെട്ടു? പക്ഷെ അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്ത് പല രീതിയിൽ ഒന്ന് ഈ വിഴിഞ്ഞത്തെ പരിസ്ഥിതി പ്രാധാന്യം, മറ്റൊന്ന് അന്ന് തിരുവനന്തപുരം ജില്ലയിൽ നിർമ്മാണങ്ങൾ കുറവായിരുന്നു, മനുഷ്യ നിർമ്മാണങ്ങൾ കുറവായിരുന്നു. അന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരേ ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യ നിർമ്മാണം വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ മാത്രമാണ്. 400 മീറ്റർ അതിൻ്റെ തെക്ക് വശത്തുള്ള 420 മീറ്ററാണ്. പിന്നെ നീളം കൂട്ടി 480 ആക്കി. പിന്നീട് അതിപ്പോഴാണ് നടന്നത്. ആ ഒരു നിർമ്മാണം മാത്രമാണ് ഒരു മാൻമെയ്ഡ് ഇൻ്റർവെൻഷൻ എന്ന നിലയിൽ കടലിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രധാനപ്പെട്ട നിർമ്മാണമായിട്ടുണ്ടായിരുന്നത് അന്ന് മാത്രമാണ്. എന്ന് പറയുമ്പോൾ ഒരു നാച്ചുറലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായി വേണമെങ്കിൽ തിരുവനന്തപുരത്തെ നമുക്ക് കണക്കാക്കാം. അതിൽ ഈ എക്കോസിസ്റ്റത്തിന് വളരെ പങ്കുണ്ട്. അത് ബീച്ച് എക്കോസിസ്റ്റത്തിന് പങ്കുണ്ട്, അതുപോലെ കടലിനുള്ളിലുള്ള നിയർ ഇൻഷോർ ഏരിയയിലെ എക്കോസിസ്റ്റത്തിന് വളരെ പങ്കുണ്ട്, റീഫ് ടൈപ്പ് എക്കോസിസ്റ്റത്തിന്. പക്ഷെ ഇത് രണ്ടും ഇപ്പം ഇല്ലാതാക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ബീച്ച് ഇല്ലാതാക്കപ്പെട്ടു, ഈ എക്കോസിസ്റ്റം ഇല്ലാതാക്കപ്പെട്ടു. അപ്പോൾ ഉയരാവുന്ന ഒരു ചോദ്യമാണ്, ഇനി ഒരു സുനാമി ഉണ്ടായാൽ തിരുവനന്തപുരം ജില്ലയെ ഇത് ബാധിക്കുമോ? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇനി രണ്ടാമത് അതിന് ശേഷം നമുക്ക് 2017 ഉണ്ടായ ഓഖി കൊടുങ്കാറ്റ് പോർട്ടിനെ തന്നെ ബാധിച്ചു. 2017 650 മീറ്റർ ആയിരുന്ന പുലിമുട്ട് സുനാമിയുടെ സമയത്ത് 300 മീറ്ററോളം തകർന്നു പോയതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓഖി ഇതിനെ ബാധിക്കുന്നു. അതിനു മുമ്പുണ്ടാകുന്ന അതിനേക്കാൾ ശക്തിയുള്ള സുനാമി ബാധിക്കുന്നില്ല. അപ്പോൾ ഇതൊരു സവിശേഷമായ വളരെ പ്രത്യേകതയുള്ള നാച്ചുറലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം. അത് ബീച്ച് എക്കോസിസ്റ്റം ഉണ്ട്, തീരക്കടലിലെ എക്കോസിസ്റ്റം ഉണ്ട്. പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ഒരു സ്ഥലത്താണ് നിർമ്മാണം കാരണം, മനുഷ്യ ഇടപെടൽ കാരണം ബീച്ച് ഇല്ലാതാകുന്നു, ഈ എക്കോസിസ്റ്റം ഇല്ലാതാകുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങൾ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ എക്കോളജി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. എക്കോളജി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ മണലടിയുന്നു. ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരവെപ്പ് ശേഷൻ, അതായത് നമ്മുടെ തീരത്ത് ഇതിന്റെ വടക്ക് വശം തീരം പോകുന്നു. നിർമ്മാണത്തിന് ശേഷം തന്നെയാണ്. സർക്കാർ എത്ര ബാധിച്ചാലും ഇത് വിസിബിൾ ആണ് നിർമ്മാണം. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. തെക്ക് വശത്ത് തീരം വയ്ക്കുന്നു. പക്ഷെ ഇത് മാത്രമല്ല, ഈ മണൽ, ഈ കുറച്ച് മണൽ കടലിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതായിട്ട് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കാരണം മുമ്പ് കടലിൻ്റെ ആഴം ചില പാരകളുടെ, ഈ തീരക്കടലിൽ തന്നെ വിഴിഞ്ഞത്തിന് കുറച്ച് ഉള്ളിലുള്ള ചില പാരകളുടെ ആഴം ഒരു 10 20 മീറ്റർ 25 മീറ്റർ ആഴം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് അവർ കാരണമായിട്ട് പറയുന്നത് മണൽ അടിയുന്നുണ്ട് എന്നുള്ള ഒരു കാരണം. മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് ഒരു കാരണം അതാണ്. അവിടെ മണൽ അടിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഒരു പ്രധാന കാരണമായിട്ട്. അപ്പം ഇത് മണൽ ഉള്ളിലോട്ട് കയറുന്നു. അപ്പം അങ്ങനെ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കും ഇതിന്റെ മൊത്തത്തിലുള്ള എക്കോളജിയെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു
കാറ്റ് വന്നാൽ അതായത് നാച്ചുറലി ഇത് നമുക്കിപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നടന്ന ശരിക്കുള്ള കാലാവസ്ഥാ വ്യതിയാനം എൻ്റെ ഒരു പഠനം അനുസരിച്ച് 2 രീതിയിലാണ് ഇവിടെ കാലാവസ്ഥാ വ്യതിയാനം നടന്നിരിക്കുന്നത്. ഒന്ന്, മൺസൂൺ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. മൺസൂണിൻ്റെ സമയത്ത് പഴയതുപോലെ കടലില്ല. അതായത് 1980 ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത് 8 മീറ്റർ വേവ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം മേഖലയിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് 1980 ഒരു പഠനത്തിൽ. അത്രയും പൊക്കത്തിൽ ഹൈറ്റിൽ നമുക്ക് ഇവിടെ വേവ്സ് ഉണ്ടായിരുന്നു മൺസൂൺ സമയത്ത്. അതാണ് കേരളത്തിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടതിലെ ഏറ്റവും ഉയർന്ന വേവ് ഡോക്യുമെന്റ് 80 അത് വിഴിഞ്ഞ മേഖലയിലാണ്. അപ്പോൾ അതിനെ ചേർത്ത് വായിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ആനക്കടൽ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആനയോടൊപ്പം വലിപ്പത്തിൽ പൊങ്ങി അടിക്കുന്ന തിര. അത് മാത്രമല്ല, തിര ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ്ലി. അതുകൊണ്ടാണ് ഇവർ ഈ കടല് പണിക്ക് പോകുമ്പോൾ, അന്ന് ഹാർബർ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇവർ കടലിൽ പണിക്ക് പോകുമ്പോൾ ഈ തിര എണ്ണും. അപ്പോൾ 9ാമത്തെ തിരയാവുമ്പോൾ അവിടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ചെറിയൊരു ബ്രേക്ക് വരും, ഒരു വേവ് ബ്രേക്ക് വരും. ആ സമയത്താണ് ഇവർ കടലിലോട് പുറപ്പെടുന്നത്. സോ അങ്ങനെയുള്ള സ്ഥിരമായി അടിക്കുന്ന തിരയുന്നില്ല. ആനക്കടൽ വലിയ നേരത്തെ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിരുന്ന തിര ഇപ്പം ഇല്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സാധാരണ കള്ളക്കടൽ പ്രതിഭാസം. ഇപ്പൊ വലിയൊരു പ്രശ്നമായിട്ട് അവതരിപ്പിച്ചു. ഇത് നേരത്തെ കള്ളക്കടൽ ഉണ്ടായിരുന്നു, നേരത്തെ ഇത് പ്രശ്നമല്ലായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഒരിക്കൽ പോലും കള്ളക്കടൽ ഉണ്ടാകുന്ന സമയത്ത് ഈ നിർമ്മാണത്തിന് 2015 മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്നേ വരെ കള്ളക്കടൽ ഉണ്ടാകുന്ന സമയത്ത് വീട് കയറി കടൽ വരുന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇപ്പൊ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കടലിൽ ഈ സമയത്തുണ്ടാകുന്ന വേവ്സിന്റെ പൊക്കം എന്ന് പറഞ്ഞാൽ പരമാവധി 1.5 മീറ്റർ ടു 2.5 മീറ്റർ ആണ്, ഇൻ ബിറ്റ്വീൻ ആണ്. പക്ഷെ നേരത്തെ ഡോക്യുമെന്റ് ഇരിക്കുന്ന 8 മീറ്റർ ആണ്. സോ യു ക്യാൻ സീ ദ ഡിഫറൻസ്. അപ്പോൾ കടലിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസം പോലും ഇപ്പോൾ തീരത്തെ ബാധിക്കുന്ന രീതിയിൽ അതിനെ കാലാവസ്ഥ വ്യതിയാനമായിട്ട് ദയവ് ചിത്രീകരിക്കും. നോട്ട് ക്ലൈമറ്റ് ചേഞ്ച്. നമ്മളിത് പറയുന്ന ആക്ച്വൽ വെതറിനെ കുറിച്ചാണ് പറയുന്നത്. ആക്ച്വൽ വെതർ പോലും ബിക്കമിങ് വെരി ഡേഞ്ചറസ്. എന്നാൽ ഡേഞ്ചറസ് ആകേണ്ട ആക്ച്വൽ വെതർ ഇല്ലേ എന്താനും. എന്ന് വെച്ചാൽ മൺസൂൺ സമയത്ത് സാധാരണ ഉണ്ടാകുന്ന ഇപ്പം നമുക്ക് കടലിൽ ഇപ്പം കടപ്പുറത്ത് പോകുമ്പോൾ അറിയാൻ പറ്റും. മൺസൂൺ എന്ന് പറയുന്നത് സീ കണ്ടീഷനാണ്. ഇറ്റ്സ് നോട്ട് എ ജസ്റ്റ് റെയിൻ. അങ്ങനെയാണ് മലയാളികൾ ഇതിനെ മനസ്സിലാക്കുന്നത്. മൺസൂൺ എന്ന മഴയാണ്. മൺസൂൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് റെയിൻ, മഴ മാത്രമല്ല, ഇറ്റ്സ് ആക്ച്വലി സീ കണ്ടീഷൻ. അതിന്റെ ഇമ്പാക്റ്റ് ആണ് മഴ, കടലിലെ ഇമ്പാക്റ്റ് ആണ് മഴ. പക്ഷെ മലയാളികൾ ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്ന മൺസൂൺ റെയിനി സീസൺ ആയിട്ട് മാത്രമാണ് മനസ്സിലാക്കിയത്. പക്ഷെ ആക്ച്വലി ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. കാരണം ഇതൊരു സീ കണ്ടീഷനാണ്. ആ സീ കണ്ടീഷനിലാണ് ഒരുപാട് മാറ്റങ്ങൾ കടലിൽ സംഭവിക്കുന്ന ഒരു സമയമാണ് മൺസൂൺ. അങ്ങനെയാണ് ആനിയാടി സീസൺ എന്ന് പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളെ തന്നെ പേര് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ തമിഴ് മാസങ്ങളിലാണ് അത് ഉണ്ടാകുന്നത്. അപ്പം ഈ സമയത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടലിന് സ്വാഭാവിക പൊക്കം വയ്ക്കും. എന്ന് വെച്ചാൽ നാച്ചുറൽ സീ ലെവൽ റൈസിങ്. നമ്മൾ സീ ലെവൽ റൈസിങ് അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകുന്നതിനെ കുറിച്ചുള്ള സീ ലെവൽ റൈസ് അതല്ല നാം പറയുന്നത്. നാച്ചുറൽ ആയിട്ട് തന്നെ സീ ലെവൽ റൈസ് ചെയ്യും. അത് കടൽ പൊക്കം വയ്ക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയും. അത് ഈ സമയത്തുണ്ടാകുന്ന ഒരു പ്രത്യേക മൺസൂൺ സീസൺ സമയത്തുണ്ടാകുന്നത്. അതുപോലെ തന്നെ വിൻഡിന്റെ ഡയറക്ഷൻ ഒരു പ്രത്യേക, അതായത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആയിരിക്കും വിൻഡിന്റെ ഡയറക്ഷൻ. അതുപോലെ തന്നെ വെസ്റ്റേർലി വിൻഡായിരിക്കും കൂടുതലും വരുന്നത്, നേരെ വരുന്നത്. അങ്ങനെയുള്ള ആ ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്നത്. കാറ്റിന്റെ വേഗത ഭയങ്കര കൂടുതലായിരിക്കും. സയന്റിഫിക് കമ്മ്യൂണിറ്റി ഡോക്യുമെന്റ് ചെയ്യുന്നത് ആവറേജ് വിൻഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 35 കിലോമീറ്റർ പെർ അവർ ആണ്. പക്ഷെ അതുണ്ടാകുന്നില്ല, അത് 20 കിലോമീറ്റർ താഴെയായി ഇപ്പോൾ. പിന്നെ ഇങ്ങനെയുള്ള പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യേകതകൾ ലോക്കലി സംഭവിക്കുന്നു. ആഗോള പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടല്ല, ഇത് ആഗോള പ്രതിഭാസത്തിന്റെ ഭാഗമാകാം. മൺസൂൺ എന്തുകൊണ്ട് ചേഞ്ച് ആവുന്നു എന്നുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ ആഗോള പ്രതിഭാസം അത് ചൂട് കൂടുന്നതുമായിട്ട് ബന്ധമുണ്ട്. മൊത്തം അറബിക്കടലില് സംഭവിക്കുന്നുണ്ട്. ആ ഒരു ഇതുമായിട്ടാണെന്നുള്ള ചില ശാസ്ത്രജ്ഞര്, ഞാൻ നോർവേയിലെ അവിടുത്തെ സയന്റിസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ മൺസൂണിന്റെ ഈ പ്രതിഭാസത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മൺസൂൺ എങ്ങനെയാണ് അവർ പറയുന്നുണ്ട്. അത് ചൂടുമായിട്ട് ചിലപ്പോൾ ബന്ധമുണ്ടാകാൻ, അതായത് കടലിൽ ചൂട് കൂടുന്നുണ്ടല്ലോ, ഓഷൻ വാമിംഗ് ഉണ്ടാകുന്നത്, അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇത് ചേഞ്ച് ഉണ്ടാകുന്നതായിട്ട് ചിലർ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്
ഇതൊരു സാധാരണ മൺസൂൺ എന്ന് പറയുന്ന ഒരു സാധാരണ കാലാവസ്ഥയാണ്. 35 കിലോമീറ്റർ വിൻഡ് സ്പീഡ്, അതൊരു സാധാരണ കാലാവസ്ഥ, നോട്ട് ക്ലൈമറ്റ് ചേഞ്ച്. കടലിന് പൊക്കം വയ്ക്കുന്നത് നോർമൽ പ്രോസസ്സാണ്. ആ മൺസൂൺ സമയത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ വിൻഡിൻ്റെ ഡയറക്ഷൻ, അതുപോലെ തന്നെ വേവിൻ്റെ ഡയറക്ഷൻ, വേവ് ആക്ഷൻ, അതുകൊണ്ടാണ് ഞാൻ മൺസൂൺ സീ കണ്ടീഷൻ ഇതെല്ലാ പ്രത്യേകതകളും നടക്കുന്ന ഒരു സമയമാണ് മൺസൂൺ. അതേ രീതിയിലുള്ള പ്രത്യേകതകളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. എന്നിട്ട് കൂടി ആണ് നമുക്ക് ചെറിയ കടലിലുണ്ടാകുന്ന അതായത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രത്യേകത പോലും നമുക്ക് ഭീഷണിയായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് മാത്രമല്ല, മൺസൂൺ 2 to 4 months നീണ്ടു നിൽക്കുന്ന ലോങ് ടൈം പ്രോസസ്സാണ് മൺസൂൺ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. നമുക്ക് 4 മാസം അല്ലെങ്കിൽ 2 മുതൽ 4 മാസം വരെ ഫേസ് ചെയ്തേ പറ്റൂ. അത് നോർമൽ വെതറാണ്, ഇറ്റ്സ് നോട്ട് ക്ലൈമറ്റ് ചേഞ്ച്. അങ്ങനെ ഈ ഒരു ശാസ്ത്ര സമൂഹത്തിൽ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ കാലാവസ്ഥ വ്യതിയാനമായിട്ട് കണക്കാക്കുന്നുണ്ട്. കള്ളക്കടലിനെ കാലാവസ്ഥ വ്യതിയാനമായിട്ട് വേണം. കള്ളക്കടൽ കാലാവസ്ഥ വ്യതിയാനം അല്ല, അത് എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. കള്ളക്കടൽ എന്ന് പറയുന്ന ദിവസം ചിലപ്പോൾ അതിൻ്റെ റേഞ്ച് കൂടിക്കാണും, അത് ചിലപ്പോൾ കാലാവസ്ഥ വ്യതിയാനമാകാം. പക്ഷേ അതിൻ്റെ ഇപ്പോഴും നമുക്കുണ്ടാകുന്ന വേവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന ആ ഹൈറ്റ് തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷെ ഇത് ഉണ്ടാകുമ്പോഴും നമ്മളെ തീരത്തെ ബാധിക്കുന്നുണ്ട്. അതെന്തുകൊണ്ട്? ഒരു നോർമൽ വെതർ പോലും, അതായത് സാധാരണ ഉണ്ടാകുന്ന ഒരു വെതർ കണ്ടീഷനിൽ പോലും നമുക്ക് തീരം പോവുകയും വീട് പോവുകയും ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, ഇറ്റ് ഇസ് ആഫ്റ്റർ ദ കൺസ്ട്രക്ഷൻ. അങ്ങനെ ആ രീതിയിൽ മനസ്സിലാക്കേണ്ടവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം. പക്ഷെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനെ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അവിടെ കടലിനെ ക്രിമിനലൈസ് ചെയ്യുക, ഇതിന് സമരം ചെയ്യുക, മത്സ്യത്തൊഴിലാളികളെ ക്രിമിനലൈസ് ചെയ്യുക, കടലിനെ ക്രിമിനലൈസ് ചെയ്യുക, ഇതൊക്കെയാണ് സയന്റിഫിക് കമ്മ്യൂണിറ്റി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടലിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ശാസ്ത്രജ്ഞർ ആക്ച്വലി ഇന്ന് ലോകത്ത് കേരളത്തിൽ മാത്രമേ കാണുള്ളൂ. കാരണം എല്ലാവരും കടലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, കൺസർവേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കടലിനെ എങ്ങനെ നോവിക്കാതിരിക്കുക എന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിലെ ശാസ്ത്രജ്ഞർ സംസാരിക്കുന്നത് കടലിനെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, കടലിൻ്റെ റിസോഴ്സസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതിനെക്കുറിച്ചാണ് കൺസർവേഷൻ. ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യുക, ഈ കടലിലുണ്ടാകുന്ന സ്വാഭാവിക മാറ്റത്തെ എങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെടുത്താം, അതിൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഫണ്ട് കൂടി എങ്ങനെ ഉപയോഗിക്കാം. ഈ രീതിയിലാണ് കേരളത്തിലെ ശാസ്ത്ര പഠനങ്ങളുടെ ഒരു പോക്ക്. അതൊരു ക്രിമിനൽ ആക്റ്റാണ്. ആരെങ്കിലും ഇത് ബോധപൂർവം ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ഷുഡ് സ്റ്റോപ്പ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് സയൻസ്. ഈ കരവെപ്പും മണൽ ഇതും പറഞ്ഞു, ഇറോഷനും പറഞ്ഞല്ലോ, അത് ഇതിന് ശേഷം കൃത്യമായിട്ട് എത്രത്തോളം ഏരിയയിലേക്ക് ബാധിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2004 സുനാമി നമ്മളെ ബാധിച്ചിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുക. അന്ന് 2004 നമുക്ക് തിരുവനന്തപുരം കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ, ഈവൻ തിരുവനന്തപുരം കോസ്റ്റ് കന്യാകുമാരി കോസ്റ്റ് കൂടെ എടുക്കാം. കാരണം ഈ തിരുവനന്തപുരം കന്യാകുമാരി കോസ്റ്റ് ഒരു സെഡിമെന്റ് സെല്ലിലാണ് വരുന്നത്. മുട്ടം മുതൽ തങ്കശ്ശേരി വരെ, കൊല്ലം വരെ ഉണ്ട്. ഈ വരുന്നത് ഒരു പ്രൈമറി സെഡിമെന്റ് സെല്ലാണ്. അങ്ങനെ ഇന്ത്യയിൽ 27 പ്രൈമറി സെഡിമെന്റ് സെല്ല് ഉള്ളതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനുള്ളിൽ തന്നെ 2 സബ് സെഡിമെന്റ് ഉണ്ട്. തിരുവനന്തപുരത്ത് തന്നെ 2 സബ് സെഡിമെന്റ്, അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ ഒരു സെഡിമെന്റ് സെല്ലിനുള്ളിൽ പ്രധാനമായിട്ട് നമ്മളെ ബാധിക്കുന്ന, നമുക്ക് തിരുവനന്തപുരത്തിന് തൊട്ടടുത്തുള്ള നമുക്കുണ്ടായിരുന്ന 2004 വരെ നമുക്കുണ്ടായിരുന്ന ഒരേ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് ഈ വിഴിഞ്ഞം ഹാർബറിന്റെ പുലിമുട്ട് മാത്രമാണ്. മുതലപ്പൊഴി 2012 ശേഷമാണ് നിർമ്മാണമൊക്കെ വരുന്നത്. പിന്നെ അത് കൂടുതൽ ഇതായിരുന്നത് പിന്നീടൊക്കെയാണ്. പോർട്ട് 2015 ശേഷം വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ, ഈ ഡേറ്റ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ഈ നിർമ്മാണങ്ങൾക്ക് മുമ്പ്, അതുകൊണ്ടാണ് കെ.വി. തോമസിനെ പോലുള്ള ശാസ്ത്രജ്ഞർ വാദിക്കുന്നത് നിർമ്മാണങ്ങൾ മൂലമാണ് ഇവിടെ തീരശോഷണം നടന്നിരിക്കുന്നത്, മനുഷ്യ ഇടപെടലുകൾ മൂലം തന്നെയാണ് ഇവിടെ തീരശോഷണം നടന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ സയൻസ്. കാലാവസ്ഥയ്ക്ക് ചെറിയ റോൾ ഉണ്ടാവാം, കാലാവസ്ഥ വ്യതിയാനത്തിന് ചെറിയ റോൾ ഉണ്ടാവാം, പക്ഷേ മുഴുവൻ മനുഷ്യ നിർമ്മാണങ്ങൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പം നമ്മൾ തിരുവനന്തപുരം കോസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം കോസ്റ്റിനെ ബാധിക്കുന്ന 4 നിർമ്മാണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മുതലപ്പൊഴി, ഒന്ന് വിഴിഞ്ഞം ഹാർബർ മുമ്പുണ്ടായിരുന്നത്, വിഴിഞ്ഞം പോർട്ടിന് മുമ്പുള്ളത്, പിന്നെ വിഴിഞ്ഞം പോർട്ട്, പിന്നെ തേങ്ങാപ്പട്ടണം ഫിഷിംഗ് ഹാർബർ.
അത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് ഇരിക്കുന്നത്. പക്ഷെ അതിന്റെ ഇമ്പാക്റ്റ്, കാരണം ഇതെല്ലാം ഒരു സെഡിമെന്റ് സെല്ലിൽ വരുന്നുണ്ട്, അതിന്റെ ഇമ്പാക്റ്റ് നമ്മുടെ പൊഴിയൂർ മേഖലയെ ബാധിക്കുന്നുണ്ട്. പൊഴിയൂർ മേഖല കേരളത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആ നിർമ്മാണം കൂടി പറയാൻ കാരണം. പൊഴിയൂർ തീരം പോകാനുള്ള കാരണം ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ നിർമ്മാണങ്ങളുടെ എല്ലാം വടക്ക് വശത്താണ് തീരം പോയിരിക്കുന്നത്. ഇപ്പോൾ തേങ്ങാപട്ടണത്തിന്റെ വടക്ക് വശമാണ് പൊഴിയൂർ തീരം പോകുന്നത്. വിഴിഞ്ഞം പോർട്ടിന്റെ വടക്ക് വശമാണ് കോവളം മുതൽ പനത്തുറ, പൂന്തുറ, ഭീമാപള്ളി, ശംഖു വരെയുള്ള വലിയതുറ, ശംഖു വരെയുള്ള മേഖലകൾ ഇതിന്റെ വടക്ക് വശമാണ്. അവിടെയാണ് തീരം പോയിരിക്കുന്നത്. മുതലപ്പൊഴി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വടക്ക് വശമായ താഴമ്പള്ളി, പൂത്തുറ, അഞ്ചുതെങ്ങ്, മാമ്പള്ളിയിലാണ് തീരം പോയിരിക്കുന്നത്. അതേസമയം തന്നെ ഇതിൻ്റെ തെക്ക് വശം, അതായത് മുതലപ്പൊഴിയുടെ തെക്ക് വശം പെരുമാതുറ, നമ്മളന്ന് കണ്ടതുപോലെ മണലടിയുന്നുണ്ട്, പുതുതായി തീരം വയ്ക്കുന്നു. അതായത് അവിടെ പോകേണ്ട തീരം ഇവിടെ വയ്ക്കുന്നു. ഇത് കാലാവസ്ഥ വ്യതിയാനം അല്ല, ഇത് ലോക്കലി ഉള്ള ഒരു ഇന്റർവെൻഷൻ ആണ്. ഈ സാൻഡ് മൂവ്മെന്റിനെ, സെഡിമെന്റ് മൂവ്മെന്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും മണൽ സഞ്ചരിക്കുന്നതിന് ഇത് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ ബ്ലോക്ക് ചെയ്യപ്പെടുന്നതിന്റെ തെക്ക് വശത്ത് മണലടിയുന്നതാണ്. ഇത് തന്നെയാണ് വിഴിഞ്ഞം പോർട്ട് നിർമ്മാണം മൂലം വിഴിഞ്ഞം പോർട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള അടിമലത്തുറ മുതൽ പുല്ലുവിള വരെയുള്ള മേഖലകൾ തീരം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാലാവസ്ഥ വ്യതിയാനം എന്താ അവിടെ ബാധിക്കുന്നില്ല. അത് ഇവിടെ വരേണ്ട മണൽ അവിടെ പോകുന്നതാണ്. അത് ഈ നിർമ്മാണം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. നിർമ്മാണം തന്നെ എഗെയിൻ കാലാവസ്ഥ വ്യതിയാനം ചിലപ്പോൾ ഈ പ്രോസസ്സിനെ അഗ്രവേറ്റ് ചെയ്യുകയായിരിക്കും. പക്ഷെ അതിന്റെ അർത്ഥം കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് ഓരോ സ്ഥലത്തും ഇപ്പം ശംഖുമുഖത്ത് എത്രത്തോളം തീരം ഉണ്ടായിരുന്നു നമുക്കറിയാം. നിർമ്മാണത്തിന് മുമ്പ് നമുക്ക് 100 മീറ്റർ കൂടുതൽ തീരം ശംഖുമുഖത്ത് ഉണ്ടായിരുന്നു, വലിയതുറ ഉണ്ടായിരുന്നു. 50 മുതൽ 100 മീറ്റർ വരെ തീരങ്ങളുള്ള സ്ഥലങ്ങളായിരുന്നു ഇതെല്ലാം. അവിടെ ഇപ്പം തീരമില്ല. കഷ്ടിച്ച് 20-30 മീറ്ററൊക്കെ തീരമുള്ളൂ ചില സ്ഥലങ്ങളിൽ. അതാണോ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ വാർത്ത? അത് എഗെയിൻ ഇവിടെയാണ്. അതായത് ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൺസൂൺ, ഇതിന്റെ സയൻസ് എന്ന് പറയുന്നത് ഈ മൺസൂൺ സമയത്താണ് സെഡിമെന്റ് മൂവ്മെന്റ് നടക്കുന്നത്. അതായത് കടൽ കയറി വന്ന് കുറേ മണൽ, ഈ സഞ്ചാരം നമുക്ക് തെക്ക് നിന്നും വടക്ക് നിന്നും തെക്കോട്ടായതുകൊണ്ട് മണൽ അങ്ങോട്ട് സഞ്ചരിക്കുകയാണ്. ഈ സമയത്ത് ഫാസ്റ്റാണ്, ഭയങ്കര ഫാസ്റ്റ് മൂവ്മെന്റ് ആണ്. അപ്പോൾ ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ തീരം കടല് ഉള്ളിൽ സൂക്ഷിക്കും, കുറേ തീരം ഒഴുക്കിന്റെ ശക്തിക്കനുസരിച്ച്, മൺസൂണിന്റെ ശക്തിക്കനുസരിച്ച് തെക്കോട്ട് പോകും. തെക്കോട്ട് പോകുന്ന മണല് നമുക്ക് തിരിച്ചു കിട്ടില്ല, കാരണം നിർമ്മാണം ഉള്ളതുകൊണ്ട് ബ്ലോക്ക്ഡ് ആണ്. കാരണം ഇത് പിന്നീട് തീരം വച്ചു വരുന്ന സമയത്ത് ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ തെക്ക് വശത്ത് ആ തീരം അവിടെ നിൽക്കും, അത് ഇങ്ങോട്ട് വരില്ല. അത് നമുക്ക്, പക്ഷെ ഉള്ളിൽ കീപ്പ് ചെയ്യുന്നത് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൺസൂൺ വളരെ സ്ട്രോങ് അല്ല. കാറ്റിന്റെ വേഗതയില്ല. ചില സമയങ്ങളിലാണ്, എല്ലാ ദിവസവും ശക്തമായ തിരയടിക്കേണ്ട സമയത്ത് ഇവിടെ വല്ലപ്പോഴുമാണ് ആഴ്ചയിൽ 1-2 ദിവസമാണ് ശക്തമായ തിരയുള്ളത്. ബാക്കി സമയങ്ങളിൽ കടൽ വളരെ ശാന്തമായിട്ട് കിടക്കും. ഒഴുക്കും അതിനനുസരിച്ച്, കാറ്റിന്റെ വേഗതയ്ക്കനുസരിച്ച് ഒഴുക്കിന്റെ ശക്തിയും കൂടും. അപ്പൊ അതും കൂടുകയും ചെയ്യും, ഒഴുക്കിന്റെ ശക്തി കൂടും. അപ്പൊ സ്വാഭാവിക ചെറിയ ഒഴുക്കുണ്ട്, സാധാരണ ഉള്ള ഒഴുക്കുണ്ട്. കാറ്റിന്റെ ശക്തിക്ക് അനുസരിച്ചുള്ള ഒഴുക്ക് ഇല്ല ഇപ്പോൾ. അപ്പൊ അതൊക്കെ കൊണ്ട് മണലിന്റെ സഞ്ചാരം തെക്കോട്ട് അധികമായിട്ട് ഇപ്പൊ പോകുന്നില്ല. അപ്പൊ ഈ കടലിന് ഉള്ളിൽ കീപ്പ് ചെയ്യുന്ന ബീച്ചാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. പക്ഷെ അതിന്റെ ഡെപ്ത് കുറവായിരിക്കും. ഇതിലെയാണ് ആളുകൾ തിരിച്ചു വന്നു എന്ന് പറയാം. പക്ഷെ വളരെ ശക്തമായ മൺസൂൺ ഉണ്ടാകുകയാണെങ്കിൽ ഇത് തീരെ വീണ്ടും പോകും. അതായത് 100 മീറ്റർ തീരം ഉണ്ടായിരുന്നത് പോയിട്ട് തിരിച്ച് 30 മീറ്ററിൽ ഡെപ്ത് ഇല്ലാതെ കിട്ടുന്നതിനെയാണ് ഇവര് തിരിച്ചു വന്നു പറയുന്നത്. എന്തായാലും ഇവ തിരിച്ചു വന്നു എന്ന് പറയുന്ന തീരം കണക്ക് കൂട്ടിയാൽ പോലും ഇപ്പൊ നമുക്കുള്ള തീരം 30 മീറ്റർ താഴെയുള്ളൂ. പക്ഷെ ഈ പറഞ്ഞതുപോലെ അതിന്റെ പൊക്കം കുറവാണ്, അതിന്റെ ഡെപ്ത് അല്ലെങ്കിൽ പൊക്കം കുറവാണ്. മണലിന്റെ കൂമ്പാരം പൊങ്ങിക്കിടക്കുന്ന കുറഞ്ഞു. മണൽത്തിട്ട പോലെ അത്രയും പൊക്കത്തിൽ ഇപ്പൊ മണലില്ല. ആ മണൽ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അതാണ് നേരത്തെ പറയുന്നത്. നേരത്തെ ബീച്ചാണ് നമുക്ക് കടലിനുണ്ടാകുന്ന കാലാവസ്ഥപരമായ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് ബീച്ചാണ്. ആ ബീച്ചാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സുനാമിയുടെ കാര്യം പറഞ്ഞത്. സുനാമി ബീച്ച് നമുക്കൊരു പ്രതിരോധമായിരുന്നു. ഈ മറ്റു ജീവജാലങ്ങൾ
ഈ റീഫ് എക്കോസിസ്റ്റം ഒക്കെ ഈ ബീച്ചിന്റെ നീളം കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം അല്ലേ? അത് തീർച്ചയായിട്ടും അത് കൊണ്ട് തന്നെയായിരിക്കാം. അതാണല്ലോ നേരത്തെ ബീച്ച് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ കടൽ എന്താണ് കള്ളക്കടലിന്റെ ഒരു പ്രതിഭാസം പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ മനസ്സിലാവും. ബീച്ച് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ ശംഖുമുഖത്ത് നമുക്ക് 100 മീറ്റർ ബീച്ച് ഉണ്ടായിരുന്നു, പൂന്തുറ ബീച്ച് ഉണ്ടായിരുന്നു. എഗൈൻ പൂന്തുറ മറ്റേ വിഴിഞ്ഞ ഹാർബറിന്റെ ഇമ്പാക്റ്റ് ഉള്ള ഒരു സ്ഥലമാണ്. വിഴിഞ്ഞ ഹാർബറിന്റെ പോർട്ടിന്റെ അല്ല, വിഴിഞ്ഞ ഹാർബറിന്റെ ഇമ്പാക്റ്റ് ഉള്ളത്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ബീച്ച് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഈ കള്ളക്കടൽ വരുമ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ സെന്റ് ആൻഡ്രൂസിൽ ബീച്ചുണ്ട്. ഇവിടെ നടന്ന പ്രതിഭാസം നമുക്ക് കഴിഞ്ഞ ഇപ്പോൾ നടന്ന ഭയങ്കര ഒരു ഇടയ്ക്ക് ഭയങ്കര വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞ ആ സമയത്തുള്ള ഈ ഒരു ഇമ്പാക്റ്റ് പറയാണ് ഇത് കൃത്യം. കടലിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്ന ഒരു സമയത്ത് ഇത് കടലിങ്ങനെ കയറി വരും. കടലിന്റെ വേവും പൊക്കമായിരിക്കും. കടലിന് അല്പം ചെറുതായിട്ടൊന്ന് പൊങ്ങി ഇങ്ങോട്ട് കടലിങ്ങനെ കയറി വരും. അതിന് വേവും പൊക്കമായിരിക്കും. അപ്പോൾ കടൽ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ തന്നെ ഒരു പ്രതിരോധം ഉണ്ടാക്കും. എന്ന് ഇങ്ങോട്ട് കയറാതിരിക്കാൻ ഒരു തിട്ട ഉണ്ടാക്കും. കടൽ ഇങ്ങനെയാണ് മണൽ കിടക്കുന്നതെങ്കിൽ, മണൽ ഇത്രയും പൊക്കത്തിൽ കിടക്കുന്നതെങ്കിൽ ആദ്യം ഈ മണലിനെ എടുത്തോണ്ട് പോകും. അപ്പോൾ ഇതൊരു തടയണയാവും, സ്വാഭാവിക തടയണയാവും. എന്നിട്ട് ഈ വേവിന്റെ ശക്തിക്ക് അനുസരിച്ചാണ് ഇത് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ. പിന്നെ കുറച്ച് വെള്ളം ഇങ്ങോട്ട് കയറി കിടന്ന് ഒരു കൊട്ടാങ്കുളം പോലെ കിടക്കും. എന്ന് വെച്ചാൽ ഒരു ഫ്ലഡ് പോലെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കും. ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ വെള്ളം കെട്ടിക്കിടക്കും. ഇതാണ് ഈ കള്ളക്കടൽ ഉണ്ടാകുന്ന സമയത്ത് തീരത്ത് എല്ലാ തീരങ്ങളിലും സംഭവിച്ചുകൊണ്ടിരുന്നത്. അത് സാധാരണഗതിയിൽ കുറച്ച് ഹൈ ആയിട്ടുണ്ടാകുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാണ് മിക്കവാറും മത്സ്യത്തൊഴിലാളികളെ പല ആളുകളും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള നീന്തൽ പഠിക്കുന്ന ആ സമയത്താണ്. കാരണം ഈ വെള്ളം കെട്ടിക്കിടക്കും, കുറച്ച് ദിവസം കെട്ടിക്കിടക്കും. അപ്പോഴാണ് സ്കൂൾ അവധിയും കൂടി ആയതുകൊണ്ട് ആ സമയത്ത് അവധിയല്ലേ, പിന്നെ നമ്മളെ എൻജോയ്മെന്റിന്റെ ഡേയ്സ് ആണ്. ആ എൻജോയ്മെന്റ് ആയിരുന്ന സാധാരണ ഒരു കാലാവസ്ഥ ഇപ്പൊ ആക്രമണകാരിയായി. പിടികിട്ടുന്നുണ്ടോ? അപ്പം അത് ബീച്ച് നഷ്ടപ്പെട്ടുകൊണ്ടാണ്. ആ ബീച്ച് നമുക്ക് അതാണ് പറയുന്നത്, കടലിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് പുലിമുട്ടല്ല, ബീച്ചാണ്. ഇത് സീവോളല്ല, ബീച്ചാണ്. ആ ബീച്ച് നമുക്ക് നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. അപ്പൊ ആ ബീച്ചിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സാധാരണ ഈ കള്ളക്കടൽ പോലുള്ള പ്രതിഭാസം പോലും നമുക്ക് ഡിസ്ട്രക്റ്റീവായിട്ട് മാറുന്നത് ഈ ബീച്ചിനെ ഇല്ലാതാക്കിയത് കൊണ്ടാണ്. അതായത് സാധാരണ നാച്ചുറലി ഇത്രയും കാലമായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നിരുന്ന സാധാരണ പ്രതിഭാസങ്ങൾ മുഴുവൻ ഈ തീരശോഷണം കൊണ്ട് കൂടുതൽ അഗ്രവേറ്റഡ് ആയി. അതായത് അത് എനിക്കൊന്ന് അത് നല്ലൊരു പോയിന്റാണ്. സാധാരണ ഉണ്ടാകേണ്ട തീരശോഷണവും തീരം വയ്ക്കലും കള്ളക്കടൽ കയറുന്നതും വെള്ളം കെട്ടിക്കിടക്കുന്നതൊക്കെ എല്ലാം ഇപ്പോൾ മനുഷ്യനിർമ്മാണങ്ങൾ കാരണം ബീച്ച് നഷ്ടപ്പെട്ടതോടുകൂടി അതൊരു ഡിസ്ട്രക്റ്റീവായിട്ട് മാറി. ഇത് കാലാവസ്ഥ വ്യതിയാനമല്ല. ഐ വോണ്ട് അണ്ടർലൈൻ ദാറ്റ് ദിസ് ഈസ് നോട്ട് ക്ലൈമറ്റ് ചേഞ്ച്. ഇത് ഇന്റർവെൻഷൻ കൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങളാണ്, ദുരന്തമാണ്. സാധാരണ കാലാവസ്ഥ പോലും ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് മനുഷ്യനിർമ്മാണം നടക്കുന്നത്. ഇതിനെ കാലാവസ്ഥ വ്യതിയാനമായി ചിത്രീകരിക്കരുത്, കടലിനെ ക്രിമിനലൈസ് ചെയ്യരുത്. അങ്ങനെയാണ് ഇപ്പോൾ കടലാക്രമണം എല്ലാവരും ഇങ്ങനെ കടൽ ആക്രമിക്കുന്നു, കടൽ കയറി വരുന്നു, ആഗോളതാപനം കാരണം മഞ്ഞുരുകുന്നു, വെള്ളത്തിന്റെ ലെവൽ കൂടി, സീ ലെവൽ കൂടി എന്ന് ഈ സീ ലെവൽ ഇവിടെ വെള്ളക്കെട്ടുണ്ടായി കഴിഞ്ഞ ദിവസം. എനിക്ക് തോന്നുന്നു മെയ് മാസമാണെന്ന് തോന്നുന്നു, ഏപ്രിൽ മെയ് മാസത്തെ എപ്പോഴാണ് ഇവിടെ ഈ സ്ഥലങ്ങളിൽ പട്ടം ഈ മേഖലകളിലൊക്കെ കഴക്കൂട്ടം മേഖല, കാര്യവട്ടം മേഖലയിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ അവർ അന്ന് ഏതോ ഒരു ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഏതോ ഒരു ശാസ്ത്രം പറഞ്ഞത് കടലിന് സീ ലെവൽ റൈസ് ഉണ്ടായതുകൊണ്ട് കടൽ വെള്ളത്തിനെ എടുക്കുന്നില്ല, കരയിലുള്ള വെള്ളത്തിനെ കടൽ വെള്ളം എടുക്കാത്തതുകൊണ്ടാണ് വെള്ളപ്പൊക്കം. അങ്ങനെ ഒന്നും വാദിക്കരുത്, ഇത് സയൻസ് അല്ല. അങ്ങനെ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ സീ ലെവൽ റൈസ് കൂടിയതായിട്ട് യാതൊരു തെളിവുമില്ല. നമുക്കുള്ള തെളിവ് എന്ന് പറയുന്നത് നാച്ചുറൽ സീ ലെവൽ റൈസിങ് പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ തെളിവ്. അതായത് കടലിന് സ്വാഭാവികം ഉണ്ടാവേണ്ട കടൽ പൊക്കം പോലും സമയത്ത് ഇപ്പൊ ഉണ്ടാകാതിരിക്കെ
അന്റാർട്ടിക്കയിൽ ഉരുകിയ മഞ്ഞ് ഇവിടെ വന്ന് സീ ലെവൽ റൈസ് ചെയ്തതെന്ന് ദയവായി വാദിക്കരുത്. സയൻസ്, ഇത് ശാസ്ത്രവിരുദ്ധമാണ്. അങ്ങനെയുള്ള അശാസ്ത്രീയമായ കാര്യങ്ങൾ സയന്റിസ്റ്റുകൾ തന്നെ പത്രമാധ്യമങ്ങൾ വഴി ദയവായി പ്രചരിപ്പിക്കരുത്. കാരണം പൊതുസമൂഹത്തെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആക്കിയിരിക്കുകയാണ്. ഇപ്പം പൊതുസമൂഹത്തിനെ എല്ലാം കാണുന്നത് എന്താണ്? കാലാവസ്ഥ വ്യതിയാനം, മഴ ഇതെന്ന്. അതിനിടയിൽ ഇത്തരം ആക്ടിവിറ്റീസ് എല്ലാം റദ്ദാക്കപ്പെടുകയാണ്. അതെ അതെ, ഇതിനെ മറക്കുകയാണല്ലോ. അതായത് കാലാവസ്ഥ വ്യതിയാനത്തെ ഒരു മറയാക്കി, ബാക്കി പ്രവർത്തനങ്ങൾ നടക്കാനുള്ള ഒരു മറയാക്കി ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നതായിട്ടാണ് എനിക്കിതിനെ ഞാൻ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ നേരത്തെ ചെയ്ത പരിസ്ഥിതി ആഘാത പഠനം, കോർട്ടിലെ കേസ് വാദം, അതിന് അപ്പപ്പോ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകൾ ആവശ്യപ്പെടുന്ന റിപ്പോർട്ട് തയ്യാറാക്കുന്നത് പോലെ കടപ്പുറത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മറയാക്കാൻ വേണ്ടി കാലാവസ്ഥ വ്യതിയാനത്തെ ശാസ്ത്രജ്ഞർ തന്നെ ഉപയോഗിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ചെലവിലാണ് എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റി അതാണ് കാലാവസ്ഥ വ്യതിയാന ചെലവിലാണ് ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്നത്. അതിന് ശാസ്ത്ര സമൂഹം അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല, ശാസ്ത്ര സമൂഹം എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആ പ്രയോഗം അവർക്ക് അർഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു കൂട്ടുനിൽക്കുന്നതായിട്ടാണ്. അതാണ് കേരളത്തിനുണ്ടാകാൻ പോകുന്ന ദുരന്തം. എന്നും കൂടി ഇതൊരു കേരളത്തിൻ്റെ ദുരന്തമായി മാറും എന്നും കൂടി. ഇതിപ്പോൾ ആളുകൾ കരുതുന്നത് മത്സ്യത്തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഔട്ട്കാസ്റ്റ് ആണല്ലോ. അപ്പോൾ അവരൊക്കെ ബാധിക്കുന്ന പ്രശ്നം നമ്മുടെ പ്രശ്നം അല്ലാത്തത് കൊണ്ട് അവരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഇതിനെ കാണുന്നത്. അങ്ങനെയല്ല, ഇത് കുടിവെള്ള സ്രോതസ്സുകളെ ബാധിക്കും, നമ്മുടെ കുടിവെള്ളത്തെ പ്രശ്നങ്ങളെ ബാധിക്കും. ഇതുപോലെ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിന് ശാസ്ത്രീയമായിട്ട് കൃത്യമായ ഡേറ്റകളുടെ പിൻബലത്തിൽ പൂർണ്ണമായും പഠിച്ച് 1-2 ദിവസം പഠിച്ച് അല്ലെങ്കിൽ 1 മാസം പഠിച്ച് അങ്ങനെയല്ല ഇതിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. നിരന്തരമായി ഒബ്സർവേഷനിലൂടെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയൊക്കെ സഹായത്തിൽ കൃത്യമായി ട്രസ്റ്റ്വർത്തി ഓഷൻ സയൻസ് നിർമ്മിക്കാനാണ് ഇവിടുത്തെ ശാസ്ത്ര സ്ഥാപനങ്ങളും ശാസ്ത്രജ്ഞരും തയ്യാറാകേണ്ടത്. അതാണ് ഇന്നത്തെ ഓഷൻ ഡെക്കേഡിന്റെ കാലമാണ്. അത് ഈ ഓഷൻ ഡെക്കേഡ് ഐക്യരാഷ്ട്ര സഭയുടെ ഓഷൻ ഡെക്കേഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. പക്ഷെ അതിൽ അവർ പറയുന്ന ഒരു പ്രധാന കാര്യം ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ കൂടി ബാധകമാണ്. ഓഷൻ സയൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ്. സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഷൻ സയൻസ് നിർമ്മിക്കേണ്ടത്. അല്ലാതെ ഡിസ്ട്രക്ഷൻ അല്ല, കടലിനെ നശിപ്പിക്കാനല്ല, കടലിനെ ക്രിമിനൽ വൽക്കരിക്കാനല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ശാസ്ത്ര നിർമ്മാണം എന്ന വാദം ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല. അതിൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ് ശാസ്ത്ര സ്ഥാപനങ്ങൾ ചെയ്യേണ്ടത്.